Welcome to Annie's Kitchen and you're watching Annie's Kitchen with Annie. ഇന്ന് ഒരു ഡിഷ് എന്ന് പറഞ്ഞാൽ ചിക്കൻ്റെ ഡിഷാ. ഇത് പനീറിൽ ചെയ്യാൻ ചോദിച്ചാൽ ചെയ്യാൻ പറ്റും, പക്ഷെ എന്നാന്ന് വെച്ചാൽ ഒരു ഇച്ചിരി മുളക് പൊടി കുറച്ചാൽ മതി. ഇത് കുറച്ച് സ്പൈസി ആട്ടോ, പക്ഷെ എന്നാൽ നമ്മൾ ഇച്ചിരി സ്പൈസി അല്ലാതെയാണ് ചെയ്യാൻ പോകുന്നത്. കാര്യം എന്നാന്ന് വെച്ചാൽ ഇതൊരു ചുമന്ന നിറവാണ്. മല്ലിപ്പൊടി അധികം ഇടുന്നില്ല, അല്ല മറ്റേ മുളക് പൊടിയും അരച്ച മുളകും എല്ലാം കൂടെ ചേർത്താൽ. പക്ഷെ അത്രയും സ്പൈസി ആക്കാതിരിക്കാൻ നമ്മൾ കുറച്ച് മധുരമൊക്കെ ഇട്ടൊന്ന് ബാലൻസ് ചെയ്യുന്നുമുണ്ട്. പക്ഷേ ടേസ്റ്റ് നമ്മുടെ നാട്ടിലെ ടേസ്റ്റ് ആണോ എന്ന് ചോദിച്ചാൽ അല്ല, കുറച്ച് ഡിഫറെൻ്റ് ആണ്. എന്നാലും നമുക്കൊന്ന് ട്രൈ ചെയ്യാവുന്നതേ ഉള്ളൂ. എപ്പോഴും നമ്മൾ സ്ഥിരം കഴിക്കുന്ന ഒരു ചിക്കൻ ഫ്രൈ അല്ലെങ്കിൽ ഒരു ചിക്കൻ പെരട്ട് ഇതിനെക്കാട്ടിലും ഒക്കെ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ടേസ്റ്റ് ഉള്ള ഒരു ചിക്കനാണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. ഇനിയിപ്പോൾ ഇതിനകത്ത് നമുക്ക് അതിൻ്റെ ബേസ് കളർ എന്ന് പറയുന്നത് റെഡാണ്. അപ്പോൾ അത് ഫുഡ് കളേഴ്സ് വേണമെങ്കിൽ ചേർക്കാം, ഓപ്ഷണലാണ്. ഇപ്പോൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന ചിക്കൻ എന്നാന്ന് വെച്ചാൽ ഒരു ചില്ലി ഗാർലിക് ചിക്കനാണ്. അപ്പം എന്നാന്ന് വെച്ചാൽ അതിനകത്ത് ചില്ലിയാണ്, ഗാർലിക്കാണ് ഏറ്റവും കൂടുതൽ പോകുന്നത്. അപ്പോൾ കുറച്ച് ചില്ലി ആണെങ്കിൽ നമുക്ക് സ്പൈസസ് കയറിയേ ഒക്കത്തുള്ളൂ. അതുകൊണ്ട് അത് ശ്രദ്ധിക്കാം നമ്മുടെ എരിവ് അനുസരിച്ച്. പക്ഷേ ഇതൊക്കെ വേണമെന്നുണ്ടെങ്കിലും ഇത്രയും വലിയ ഇതാണെങ്കിൽ നമ്മുടെ വീട്ടിലെ സാധനം വെച്ചാൽ അതേ ആനി ചെയ്തോളൂ. അല്ലാതെ വേറെ ഒരു പരിപാടിയും പുതിയത് വാങ്ങിച്ച് അങ്ങനെ ചെയ്തതൊക്കെ ചെയ്യണം. ചില കാര്യങ്ങളുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ എന്നാലും ഈ കാര്യത്തിലാണെങ്കിൽ ഞാനൊരു ഇച്ചിരി നമ്മുടെ വീട്ടിലുള്ള കാര്യങ്ങൾ വെച്ച് മാത്രം ഒരു നല്ല ടേസ്റ്റുള്ള ഒരു നല്ല ഭക്ഷണം ചെയ്യാന്ന് പറയുന്നത് ഏറ്റവും നല്ലതല്ലേ അല്ലേ? അപ്പോൾ എന്നാന്ന് വെച്ചാൽ ഇതിന് വേണ്ടിയ കാര്യങ്ങൾ എന്നാന്ന് വെച്ചാൽ കുറച്ച് വിനീഗർ വേണം. പിന്നെ ഉള്ളത് കുറച്ച് ഇഞ്ചി ചെറുതായിട്ട് അരിയോ അല്ലെന്നുണ്ടെങ്കിൽ കുറച്ച് എന്താ പറയുക അരച്ചെടുക്കുകയോ ചെയ്യാം. അതേപോലെ തന്നെയാണ് വെളുത്തുള്ളി, അതേപോലെ തന്നെയാണ് നമുക്ക് പച്ചമുളകും ഉള്ളത്. ഇതിപ്പം ഇവിടെ 3 ഞാനൊന്ന് അരിഞ്ഞു വെച്ചേക്കുക. മറ്റത് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ജി പേസ്റ്റ്. അത് അതിൻ്റെ ഒരു റേഷ്യോ ഞാൻ എത്രയാണെന്നുള്ളത് പറഞ്ഞു തരാം. അത് നമ്മൾ കരുതി വെക്കുവാണെങ്കിൽ അങ്ങനെ ചിക്കൻ ഉണ്ടാക്കുമ്പോഴും മീൻ പുരട്ടുമ്പോഴും ഒക്കെ കറി വെക്കുമ്പോഴും ഒക്കെ എടുക്കാവുന്നതേ ഉള്ളൂ. പിന്നെ വേണ്ടിയത് കുറച്ച് കാശ്മീരി മുളക് പൊടിയാണ്. ഞാനിതിനകത്ത് എല്ലാം കാശ്മീരി എടുത്തേക്കുന്നത്. കാര്യം ഇത് കുറച്ച് സ്പൈസി ആയിട്ടുള്ളതാണ്. അതുകൊണ്ട് നമുക്ക് അത്രയും സ്പൈസ് വേണ്ടാത്തത് കൊണ്ട് മാത്രം ഞാൻ കാശ്മീരി എടുത്തതാണ്. അതല്ല നിങ്ങൾക്കൊക്കെ എരിവ് കൂടുതൽ ഇഷ്ടമുള്ളവരാന്നേൽ ഞാൻ പറഞ്ഞ പോലെ 50-50 ബേസിസ് എടുത്താലും മതി. നമ്മൾ ആദ്യം എടുത്ത വെളുത്തുള്ളി പോരാഞ്ഞ് കുറച്ച് വെളുത്തുള്ളിയും കൂടെ അരിഞ്ഞത് വേണം. പിന്നെ വേണ്ടിയത് കുറച്ച് ഇതെന്താന്ന് വെച്ചാൽ വറ്റൽമുളകില്ലേ, ചൂട് വെള്ളത്തിലിട്ട് കുതിർത്തേച്ച് അരച്ചു വെച്ചിരിക്കുന്നതാണ്. ഇതും ഞാൻ കാശ്മീരി മുളകാണ് ചെയ്തേക്കുന്നത്. ഇതും എനിക്കൊരു ഇച്ചിരി മതി, ഒരുപാട് സ്പൈസി ആവാൻ പാടില്ലല്ലോ, അതുകൊണ്ട് ഒരു ഇച്ചിരി എടുക്കത്തുള്ളൂ. പിന്നെ ഉള്ളത് കുറച്ച് പുളിയില്ലാത്ത തൈര്. പിന്നെ വേണ്ടിയത് ഒരു ഇച്ചിരി ഗരം മസാല വാങ്ങിക്കുന്ന പൊടിയെക്കാട്ടിലും കൂട്ട് വാങ്ങിച്ച് പൊടിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അതാകുമ്പോഴത്തേക്കുണ്ടല്ലോ നല്ല മണവാണ്. പിന്നെ ഉള്ളത് കുറച്ച് പഞ്ചസാര. ഇതാ ഞാൻ പറഞ്ഞത്, ഇത് ഒത്തിരി സ്പൈസിയാണ്. അതുകൊണ്ട് ഞാൻ ചേർക്കുന്നത് പോലും, അതായത് കാശ്മീരി മുളക് ചേർക്കെങ്കിൽ പോലും അതിനായാലും കുറച്ച് സ്പൈസിനെസ് കൂടിയാലോ എന്ന് പേടിച്ചേച്ചാ ഞാൻ ഒരു ഇച്ചിരി പഞ്ചസാരയും കൂടെ ചേർക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഒറിജിനൽ മുളക് പൊടി ചേർക്കുമ്പം ഉണ്ടാവുന്ന ഒരു എരിവ് ആലോചിച്ചോണം. പിന്നെ വേണ്ടിയത് കുറച്ച് ബട്ടർ. ഇതെന്നാന്ന് വെച്ചാൽ ഒരു 2 ചെറിയ നാരങ്ങയുടെ നീരാണേ. ഇനി വേണ്ടിയത് ഞാൻ കുറച്ച് ബ്രസ്റ്റ് പീസ് സ്ക്വയർ പീസസ് ആയിട്ട് മുറിച്ച് വെച്ചേക്കുക. ഒത്തിരി മുഴുത്ത കഷ്ണം എടുക്കണം ഇല്ല, ഒരു മീഡിയം സൈസ് കറിക്കട്ടിൻ്റെ കഷ്ണം എടുത്താൽ മതി. അതല്ല എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ നിങ്ങൾക്ക് കറിക്കട്ടാണെങ്കിൽ കുറച്ചുകൂടെ നമുക്ക് വിളമ്പുമ്പോഴും അത് ഉണ്ടാക്കുമ്പോൾ ഉപ്പ് വരും പുളിയൊക്കെ പിടിക്കാനായിട്ട് ഒരു ഇച്ചിരി എളുപ്പമാണ്. ഇനിയിപ്പോൾ ഇത് ഞാൻ പറഞ്ഞതേ ഉള്ളൂ, നമ്മുടെയൊക്കെ ഇഷ്ടത്തിന് ചെയ്യാം, അതിനൊന്നും ഒരു വിഷയമല്ല. ഫസ്റ്റ് എന്നാ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ നമുക്ക് ഈ ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. അതിന് വേണ്ടിയ സാധനങ്ങൾ എന്നാന്നോ, ആദ്യം ഞാൻ പറഞ്ഞ വിനാഗിരി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇതെല്ലാം അരച്ചെടുക്കാനുള്ള ഒരു അളവ് അറിയാമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇല്ലെങ്കിൽ ഞാൻ അതിനുള്ളത് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഫസ്റ്റ് ഇതിനകത്തോട്ട് ചിക്കൻ ഇട്ടു.
അടുത്ത നമുക്ക് ഈ 3 എണ്ണം അഥവാ നമ്മൾ പ്രത്യേകം വെക്കുകയാണെന്നുണ്ടെങ്കിൽ 1 കിലോ കോഴിക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇതിൻ്റെ പേസ്റ്റ് ആക്കുകയാണെന്നെങ്കിൽ 1.5 ടീസ്പൂണാണ് കണക്ക്. അപ്പം ഞാൻ എല്ലാം 1/2 ടീസ്പൂൺ വീതം ഇപ്പം ഇടുക. വെളുത്തുള്ളി, ബാക്കി വെളുത്തുള്ളി ഇൻക്ലൂഡ് ചെയ്യാം. ചില്ലി ഗാർലിക് ആയതുകൊണ്ട് നമുക്ക് വെളുത്തുള്ളി ഒരു ഇച്ചിരി കൂടുതൽ വേണം. അതേപോലെ പച്ചമുളകിൻ്റെ എരിവും നമ്മൾ ശ്രദ്ധിച്ചോണം. 1/2 ടീസ്പൂണാണ് ഇട്ടേ. ഇതിൻ്റെ കൂട്ടത്തിൽ 1 സ്പൂൺ വിനാഗിരി, പിന്നെ നമ്മൾ നാരങ്ങാനീര് ചേർക്കുന്നുണ്ട്, അതൊന്നും കൂടെ ശ്രദ്ധിച്ചിട്ട് വേണം. ഇനിയുള്ളതാ നമ്മുടെ കാശ്മീരി മുളക് പൊടി, അത് 1 ടീസ്പൂണേ ഇടുന്നുള്ളൂ, പിന്നെ നോക്കിയിട്ട് ഒരു ഹീപ്പ് ടീസ്പൂൺ. ഇതിൻ്റെ കൂട്ടത്തിൽ ഒരു ഇച്ചിരി ഉപ്പും കൂടെ ചേർക്കാം. ഈ സമയത്താണ് ഞാൻ പറഞ്ഞ നേരത്തെ ഫുഡ് കളർ അങ്ങനെ എന്തെങ്കിലും ചേർക്കാൻ ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ ചേർക്കാം. ചില പച്ചമുളകിനൊക്കെ ആണെങ്കിൽ ഭയങ്കര എരിവാ, അന്നേരം അത് നോക്കി വെച്ച് വേണം. ഇനി നെക്സ്റ്റ് എന്നാ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമുക്ക് അതിനുള്ള ഗ്രേവി തയ്യാറാക്കാം. ഗ്രേവി എന്ന് പറയുമ്പം ഒരുപാട് ചിക്കൻ കറി പോലെയുള്ള ഗ്രേവി അല്ല, പക്ഷേ കുറച്ചൊരു ഡ്രൈ ആണ്. പക്ഷെ നമുക്കത് ഒത്തിരി ഗ്രേവി പോലെ ആക്കണമെന്നുണ്ടെങ്കിൽ ആക്കാം, കുഴപ്പമൊന്നുമില്ല. ഇതിന് ഞാൻ ഉപയോഗിക്കാൻ പോകുന്നത് റിഫൈൻഡ് ഓയിലാണ്. അപ്പം നമുക്ക് ഏതാ നമ്മുടെ വീടുകളിൽ ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ അത് ചേർത്താൽ മതി. അപ്പം ഇതിനകത്തോട്ട് ഒരു ഇച്ചിരി റിഫൈൻഡ് ഓയിൽ, എണ്ണ നല്ല ചൂടായി കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് വെളുത്തുള്ളി ഇതിനകത്തോട്ടിടാം. വെളുത്തുള്ളി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് ചില്ലി ഗാർലിക് ആയതുകൊണ്ട് ഗാർലിക് കുറച്ച് കൂടുതൽ ഇതിനകത്തേക്ക് വേണം. പിന്നെ വെളുത്തുള്ളിയുടെ ചുവ കൂടിപ്പോയി എന്ന് പറയരുത്, കാര്യം ഇത് ബേസിക്കലി ഇതിൻ്റെ ടൈറ്റിൽ ചില്ലി ഗാർലിക് ആണ്. പക്ഷെ വെളുത്തുള്ളിയുടെ സ്വാദ് വേണം താനും, എന്നാൽ കൂടുകയും ചെയ്യരുത്, അളവ് കുറയ്ക്കാനും പറ്റത്തില്ല. അപ്പോൾ അതെന്നാ ചെയ്യണമെന്ന് വെച്ചാൽ വെളുത്തുള്ളി ഒരു ഇച്ചിരി മൂപ്പിച്ചാൽ മതിയേ. ഞാൻ ഒരു ഇച്ചിരി ഒരു കൂടിപ്പോയ ഒരു 2-3 ടേബിൾ സ്പൂൺ ഇട്ടോളൂ. ഇതിനെ ഒരു ഇച്ചിരി മൂപ്പിച്ചാൽ മതിയേ. ഇനി അടുത്ത് ചേർക്കാൻ പോകുന്നത് നമ്മുടെ മുളക് അരച്ചു വെച്ചിരിക്കുന്ന ഒരു 8 മുളകാണ് എൻ്റെ കണക്ക്, കാശ്മീരി മുളക്. അത് അത്രയും വേണ്ടെങ്കിൽ നമ്മൾ അതിലും കുറയ്ക്കാം, കുറച്ചുകൂടെ എരി കുറച്ചേച്ച് അരച്ചാൽ മതി. മറ്റേ ഒറിജിനൽ എരിവുള്ള മുളകാണെങ്കിൽ സൂക്ഷിച്ചോണേ. ഇതുണ്ട്, ഒരുപാട് മൂത്തില്ല, ഒരു ചെറിയ ബ്രൗണേ ആയിട്ടുള്ളൂ. അതിൻ്റെ കൂട്ടത്തിൽ ഞാനൊരു ഇച്ചിരി നമ്മുടെ അരച്ചു വെച്ചിരിക്കുന്ന പേസ്റ്റ് കൂടെ ചേർക്കാൻ പോവാണേ. ഞാൻ ഇതിന് 1 ടീസ്പൂണേ ചേർക്കുന്നുള്ളൂ, പിന്നെ നമുക്ക് വേണം എന്നുണ്ടെങ്കിൽ ചേർക്കാം. സ്പൈസിനോട് ഒരു ഇച്ചിരി ഇപ്പം ഒരു ഇഷ്ടത്തിൻ്റെ അല്ല, മസാലാസ് ഒന്നും ഒത്തിരി. ഞാൻ ഡോക്ടറെ കണ്ടപ്പോഴത്തേന് പുള്ളിക്കാരൻ പറഞ്ഞതാ മീറ്റ് ഒരുപാട് സ്പൈസ് നമ്മുടെ ബേസ് ഒരു അറിവായിട്ട് ചോദിച്ചപ്പോഴത്തേക്ക് പറഞ്ഞ ഒരുപാട് സ്പൈസ് എപ്പോഴും ഒരു ഹ്യൂമൻ ബോഡിക്ക് നല്ലതല്ല എന്ന് പറയും. അപ്പോൾ അദ്ദേഹം പറയുന്നത് നമ്മളും കുറച്ചൊക്കെ ഒന്ന് അനുസരിക്കാമെന്ന് വിചാരിച്ചു. കുറച്ചൊന്നല്ല, നല്ല രീതിയിൽ അനുസരിച്ചാൽ നമ്മുടെ ആരോഗ്യം എപ്പോഴും നമ്മുടെ കയ്യിലിരിക്കും. അത് കഴിഞ്ഞ് ഒരു 3 സ്പൂണ് 4 സ്പൂണ് പുളിയില്ലാത്ത തൈര്. വേണ്ടേ, തൈര് അതിനോടൊത്തങ്ങ് ചേർന്നു. എന്നിട്ട് നമ്മൾ ഒഴിച്ച എണ്ണ തെളിഞ്ഞു, വെളുത്തുള്ളി ഇച്ചിരി കൂടെ മൂക്കാൻ തുടങ്ങി. അതിനുശേഷം ഞാൻ ഒരു ഇച്ചിരി ഗരം മസാല, അതായത് ഒരു നമ്മുടെ 3 വിരൽ കൂട്ടിപ്പിടിച്ച ഉണ്ടാവുന്ന എത്ര വരുന്നത്, അത് പിഞ്ചാന്ന് പറയാൻ ഒക്കത്തില്ല, ഇച്ചിരി കൂടി കൂടുതലായിരിക്കും. അത് തൽക്കാലം ഞാനിപ്പോൾ ഒന്ന് ചേർത്തേച്ച് ഇതിനകത്തോട്ട് ഞാൻ നമ്മുടെ ചിക്കൻ ഇടുക.
കുറച്ച് നേരം നമുക്ക് ഈ ചിക്കൻ ഒന്ന് അടച്ചിടാം. ഇതെന്നാന്ന് വെച്ചാൽ ഒരു വേവ് ഉണ്ടല്ലോ, ആ ഉപ്പ് എരിവ് പുളി എല്ലാം ഒന്ന് പിടിക്കണം. പുളിക്ക് നമ്മൾ ഈ പറഞ്ഞ പോലെ വിനാഗിരി ചേർത്തിട്ടുണ്ട്, ലാസ്റ്റ് കുറച്ച് നാരങ്ങ നീരും കൂടെ ചേർക്കണം. പക്ഷേ ഇതെല്ലാം ബാലൻസ് ചെയ്യണമെങ്കിൽ ഈ നമ്മൾ വേവാൻ വെച്ച ചിക്കനകത്തോട്ട് ഒരു ഇച്ചിരി എല്ലാം ചേർത്തതൊക്കെ പിടിക്കണം. പിടിച്ചതിന് ശേഷം നമുക്കത് ബാലൻസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം നമ്മുടെ വേവാൻ വെച്ച ചിക്കൻ ഒരു ഹാഫ് ആയി കാണുമെന്ന് ചോദിച്ചാൽ ആയിട്ടുണ്ടാവും. ആ സമയത്ത് നമുക്ക് ബാക്കി ഇൻഗ്രീഡിയൻസും കൂടെ ഒന്ന് ചേർത്താലില്ലേ ആ ബാക്കി ഫ്ലേവറും കൂടെ നമ്മുടെ ചിക്കനകത്ത് അങ്ങ് പിടിക്കുമല്ലോ. അപ്പം ഞാൻ ഇനി ചേർക്കാൻ പോകുന്നത് ഒരു ഇച്ചിരി പഞ്ചസാര. അതും ഈ സ്പൂൺ കണക്കൊന്നുമല്ല, ഒരു നമ്മുടെ കൈപ്പിടിയിൽ ഇങ്ങനെ എടുക്കല്ലേ, കൈപ്പിടിയല്ല, ഈ 4 വിരൽ കൂട്ടി പിടിക്കുന്ന 5 വിരൽ കൂട്ടി പിടിക്കുന്ന അത്രയും മതി. ഇതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് പുളി ഉണ്ട്, പക്ഷെ എന്നാലും ഒരു ഇച്ചിരി ഒരു സ്പൂൺ നാരങ്ങ നീര്. പിന്നെ വേണ്ടിയത് നേരത്തെ നമ്മൾ ഒരു ഇച്ചിരി ഗരം മസാല ചേർത്തായിരുന്നു, പക്ഷെ എന്നാലും ഇതിപ്പോ ഞാൻ 3 വിരൽ കൂട്ടി പിടിച്ചിട്ടേ ഉള്ളൂ, അതിനുള്ള ഗരം മസാല. ഇതിനകത്തോട്ട് വേണമെങ്കിൽ അഥവാ നമ്മുടെ കയ്യിൽ നിന്ന് ഒരു ഇച്ചിരി എരിവ് കൂടിപ്പോയെന്ന് വിചാരിച്ചോ, ഒരു കാര്യം ചെയ്യാം, കുറച്ച് അണ്ടിപ്പരിപ്പ് ഒഴിച്ചാൽ മതി. അപ്പോൾ നല്ലൊരു എരിവും കുറയും, അതിൻ്റെ ഒരു തിക്നെസ് അല്ലേ, ഒരു ഗ്രേവിക്ക് ഒരു തിക്നെസ് വേണം നമുക്ക് തോന്നുകയല്ലേ, അതും കൂടെ നമുക്ക് ഉണ്ടാവും. മറ്റാകുമ്പോൾ കംപ്ലീറ്റ്ലി ഡ്രൈ ആണ്. നമ്മുടെ ഇഷ്ടം, ഡ്രൈ വേണോ ഗ്രേവി ആയിട്ട് വേണോ എന്നുള്ളത് നമ്മുടെ ഇഷ്ടം. ഇനി ഇതിനകത്തോട്ട് ഞാനൊരു 3-4 ക്യൂബ് ബട്ടറും കൂടെ ഇടാൻ പോവാണേ. എൻ്റെ അറിവിൽ നമ്മൾ എല്ലാവരും ഒരു ഡ്രൈ സ്നാക്കായിട്ട് എടുക്കുവാണെങ്കിൽ ഇതിനെ നല്ല മുരിച്ചെടുത്താൽ മതി. അതല്ല, ഇപ്പം നമുക്ക് ഗസ്റ്റ് വരുന്നത് എത്രയായാലും ഒരു ഡ്രൈ സ്നാക്ക് നമുക്ക് ഒരിക്കലും കൊടുക്കാനൊക്കത്തില്ല. അപ്പം എന്നാ നമ്മൾ ചെയ്യാൻ പോകുന്നത്, ഞാനൊരു ഇച്ചിരി അണ്ടിപ്പരിപ്പ് കൂടെ അരച്ച് ഇതിനകത്തോട്ട് ചേർക്കുമ്പോൾ ഒരു ക്രീമി ടെക്സ്ചർ ഇതിനകത്ത് എന്തായാലും വരും. അപ്പം അതാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. നിങ്ങൾക്ക് 2 ഓപ്ഷൻ തന്നിട്ടുണ്ട്, ഡ്രൈ ആയാലും ക്രീമി ആയാലും. ഗ്രേവിയോടുകൂടി എടുക്കണമെങ്കിൽ അണ്ടിപ്പരിപ്പ് ചേർക്കുക. ഇനി ഇത്രയും ഒരു സ്പെഷ്യലായിട്ട് ഒരു അഫ്കോഴ്സ് നമ്മുടെ ആനീസ് കിച്ചണിൽ വരുന്ന എല്ലാ ഗസ്റ്റും നമുക്ക് സ്പെഷ്യലാണ്, നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരാണ്, നമ്മുടെ ആനീസ് കിച്ചനെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന പ്രേക്ഷകരാണ്. ആ പ്രേക്ഷകർ സപ്പോർട്ട് ചെയ്ത വിശേഷങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്ന ഗസ്റ്റുകളാണ് കൂടുതലും നമ്മുടെ ആനീസ് കിച്ചണിൽ വരാറുള്ളത്. ഇന്ന് നമ്മുടെ ആനീസ് കിച്ചണിൽ വരാൻ പോകുന്ന വേറെ ആരുമല്ല, ഷീലു എബ്രഹാം ആണ് ആനീസ് കിച്ചണിൽ വരുന്നത്. ആക്ച്വലി ഐ എം പ്രൗഡ് ഓഫ് ഹർ. എന്നാന്ന് വെച്ചാൽ ലാസ്റ്റ് ടൈം വന്നപ്പോൾ നമ്മളോട് കുറേ എന്താ പറയുക ഫിലിം വിശേഷങ്ങളും അതിൻ്റെ കാര്യങ്ങളും ഒക്കെയാണ് പറഞ്ഞത്. പക്ഷേ ദിസ് ടൈം ഷീസ് എൻ ഓൺട്രപ്രണർ. അപ്പോൾ എത്രയായാലും ആ ഒരു സക്സസ്സിലേക്ക് ഒരു വിമൻ എത്തുമ്പോൾ നമ്മൾ ആസ് എ വിമൻ ഐ എം പ്രൗഡ് ഓഫ് ഹർ. നമ്മളെല്ലാവരും നമ്മുടെ പ്രേയേഴ്സ് ആൻഡ് ബ്ലെസ്സിങ്സ് വിൽ ബി ഓൾവേസ് വിത്ത് ഹർ. അതുകൊണ്ട് തന്നെ പുള്ളിക്കാരത്തിയുടെ ആ ഒരു ഗ്രോത്ത്, വളർച്ച എല്ലാം, അതിൻ്റെ ഒരു ഹാർഡ് വർക്ക്, സ്ട്രഗിള് എല്ലാം ചോദിച്ചറിയണമെങ്കിൽ നമുക്ക് ഷീലുമായിട്ട് സംസാരിച്ചേ പറ്റുള്ളൂ. ഹലോ ചക്രേ, ഹൗ ആർ യു? നല്ലതാണ്, നല്ല ഏറ്റവും വല്ലെന്നറിയോ, സെയിം ബീച്ച് പറയട്ടെ. സെയിം ബീച്ച് അല്ല പറയാനും പറ്റത്തില്ല, ഇത് ഇച്ചിരി ഡാർക്കാ, അത് ഇച്ചിരി ലൈറ്റാ. ഈ ആദ്യം തന്നെ ഡ്രസ്സിനെ അപ്രീഷിയേറ്റ് ചെയ്യണം. കഴിഞ്ഞ പ്രാവശ്യം ഷീലു വന്ന് വർത്താനം പറഞ്ഞപ്പോൾ ഒക്കെ നമ്മളൊരു ആക്ട്രസ് ആയിട്ടൊക്കെ സംസാരിച്ചത്. ഇപ്രാവശ്യം നൗ യു ആർ ചേഞ്ച്ഡ്, യു ബിക്കം എൻ ഓൺട്രപ്രണർ. അപ്പോൾ അതിൻ്റെ ഒരു നല്ലൊരു ചേഞ്ച് ഷീലുവിലുണ്ട്. ആ കോൺഫിഡൻസ്, ആ ബോൾഡ്നെസ് എല്ലാം അല്ലേ, ഐ കുഡ് ഫീൽ ഫ്രം യുവർ ഫേസ്. ആ ഒരു ചേഞ്ചിനെ കുറിച്ചൊന്ന് പറഞ്ഞേ. അത് നമ്മൾ 7 വർഷമായി ഇപ്പം. കറക്റ്റ്. 7 വർഷം എന്ന് പറയുമ്പം എൻ്റെ വയസ്സും കൂടിയല്ലോ. അപ്പം ഞങ്ങൾക്ക് തോന്നില്ല സ്റ്റിൽ ലൈക്ക് ദാറ്റ്. നമ്മൾ സ്ത്രീകൾ എപ്പോഴും നമ്മൾ മച്ചുവേർഡ് ആവുന്നത് ഓരോ വയസ്സ് കൂടുന്തോറും മച്ചുവേർഡ് ആവുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. നമ്മൾ ഓരോന്ന് തിരിച്ചറിഞ്ഞ് വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി ആ ഒരു കോൺഫിഡൻസും എല്ലാം എക്സ്പീരിയൻസ് അല്ലേ അല്ലേ? ശരിയല്ലേ? സത്യം, ഡെഫിനറ്റ്ലി.
ജീവിതത്തിൽ അനുഭവമാണ് ഗുരു എന്നൊക്കെ നമ്മളോട് പറയില്ലേ തീർച്ചയായിട്ടും എന്ന് പറയുന്ന പോലെയാ. അപ്പം ഈ ഒരു ഓൺട്രപ്രണർ ആവാൻ ആഗ്രഹിച്ചത് എന്തുകൊണ്ടാ? അത് കുഞ്ഞിന് ഇഷ്ടമായിരുന്നോ ഉള്ളില്? ഒരിക്കലും എന്റെ മനസ്സിൽ കൂടെ പോലും പോയിട്ടില്ല. എന്നിട്ട് ഇത്രയും നല്ല സാരീസും ഇത്രയും നല്ല കളക്ഷൻസും ഒക്കെ അത് തന്നെ ആക്ച്വലി എന്താന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞില്ലേ, നമ്മള് അങ്ങനെ വന്ന ചേഞ്ചാണ് ലൈഫിൽ. നമ്മൾ എന്തെങ്കിലും ചെയ്യണം, നമുക്ക് ഇഷ്ടമുള്ളത് ചെയ്യണം. അല്ലെ നമ്മളെപ്പോഴും ഇങ്ങനെ ഹസ്ബൻഡിന്റെ കീഴിൽ ജീവിക്കുന്ന ഒരു ഭാര്യ തന്നെയാണ് ഞാൻ. അദ്ദേഹത്തിന്റെ പൈസ യൂസ് ചെയ്ത് അദ്ദേഹം തരുന്ന എല്ലാം എല്ലാ ഭാര്യമാരെയും അങ്ങനെ തന്നെയായിരുന്നു. അപ്പൊ ഇപ്പം പിന്നെ ഞാൻ പണ്ട് വർക്ക് ചെയ്തിരുന്നല്ലോ, ഞാൻ നേഴ്സായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞിരുന്നു. കറക്റ്റ്. അതെ. അപ്പൊ അന്ന് എനിക്ക് ശമ്പളം കിട്ടുന്നുണ്ടായിരുന്നല്ലോ. അപ്പൊ അത് പെട്ടെന്ന് ഒരു ദിവസം ഞാൻ മച്ചുവേർഡ് ആവുന്നതിന് മുന്നേ തന്നെ അത് നിന്നുപോയി. വീട്ടിലേക്ക് ഒതുങ്ങിയ ഒരാളാണ് ഞാൻ. അപ്പൊ എനിക്ക് പിന്നീട് നമ്മളൊരു ഏജ് ആകുമ്പോഴത്തേനും ഒരു 40s ഒക്കെ ആകുമ്പോഴത്തേനും ഫീൽ ചെയ്ത് തുടങ്ങുമല്ലോ, നമ്മളൊന്നും ചെയ്യുന്നില്ലല്ലോ. കാരണം എന്റെ വീട്ടിലെ ജോലി ഓൾമോസ്റ്റ് കഴിഞ്ഞ പോലെ എനിക്ക് തോന്നി തുടങ്ങി. പിള്ളേര് വലുതായി. അതുവരെ എനിക്ക് ഞാൻ ഭയങ്കര എൻഗേജ്ഡ് ആയിരുന്നു. കുഞ്ഞുങ്ങളുടെ ഓരോ കാര്യങ്ങളും ഞാൻ തന്നെ നോക്കി എല്ലാം അങ്ങനെ ചെയ്യുന്ന ഒരാളാണ്. നമ്മൾ അങ്ങനെ ആവും. അതെ, അതെനിക്ക് അങ്ങനെയാണ്. എനിക്ക് അങ്ങനെ വേണമായിരുന്നു. പക്ഷെ ഇപ്പൊ എന്താന്ന് അതിലൊരു സന്തോഷമായിരുന്നു. അതെ. അപ്പൊ അത് കഴിഞ്ഞു. ഇപ്പൊ സെയിം പേജ് ഞാനും അങ്ങനെ. അപ്പൊ പിള്ളേരുടെ പുറകെ ഇനി ഒരുപാട് നടന്ന അവര് മമ്മി പോന്ന് പറയും. അമ്മയ്ക്ക് വേറെ പണിയില്ലേ, എപ്പോഴും പുറകെ നടക്കുന്നു. അപ്പൊ അവർക്ക് അവരുടെ ഒരു സ്പേസ് എനിക്ക് കൊടുക്കണം എന്ന് എനിക്ക് മനസ്സിലായി തുടങ്ങി. അപ്പൊ അത് ഞാൻ ഹാപ്പി ആയിട്ട് എന്റെ ആ ഒരു സ്റ്റേജ് കഴിഞ്ഞു. അപ്പൊ അവൻ മോൻ 12ൽ ഇപ്പൊ ഒരു എക്സാം കൂടെ ഉണ്ട്. അവൻ ഇനി ഡിഗ്രിക്ക് ചോദിച്ചു, മോള് ഡിഗ്രിക്ക് പഠിക്കുന്നു. അപ്പൊ ഞാൻ അവരുടെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ മതി. ഇനി അവരെന്തെങ്കിലും മോശം കാര്യങ്ങളിലേക്ക് പോകുന്നുണ്ടോ, അല്ലെ അതിനെ ജസ്റ്റ് കൺട്രോൾ ചെയ്യുക. ബാക്കി ആ ഒരു ക്യാരക്ടർ ഫോർമേഷൻ ബേസ് ഒക്കെ ഞാൻ കൊടുത്തു കഴിഞ്ഞു. ഇനി വേണ്ട. അപ്പൊ ഞാനൊരു ഹാപ്പി മദറായി. അപ്പൊ എനിക്ക് എന്റേതായ ഒരു കാര്യങ്ങളിലേക്ക് തിരിഞ്ഞില്ലെങ്കിൽ എന്ത് പറ്റുമെന്ന് ചോദിച്ചാൽ ഞാൻ വീട്ടിൽ തന്നെ ഇപ്പോ മോനെന്നെയും ബോംബെക്ക് പോകും. അവള് ഓൾറെഡി ബോംബെക്ക് പോയല്ലോ. അവള് മുംബൈയിലെ സെന്റ് സേവിയേഴ്സിലാണ് പഠിക്കണേ. മോൻ അപ്പൊ ഇപ്പം ഇത് കഴിഞ്ഞിട്ട് NMIMS ജോയിൻ ചെയ്യാൻ പോകും. അപ്പൊ ഞാൻ ഒറ്റയ്ക്കാവും. അപ്പൊ ഞാൻ വീട്ടിലിരുന്ന് ഇങ്ങനെ നമ്മള് എന്തിനാണ് വെറുതെ ഓരോന്ന് ആലോചിച്ച് ഇങ്ങനെ ഒന്നും ചെയ്യാതെ ഇരിക്കണ്ട. അപ്പൊ എനിക്ക് ഇഷ്ടമുള്ള ഒരു സ്പേസ് എന്ന് പറയുന്ന സാരി ഉടുക്കാൻ ഇഷ്ടമായിരുന്നു. അങ്ങനെയാണ് സാരീസ് ചൂസ് ചെയ്തത്. എനിക്ക് ഇപ്പോഴും അന്നും ഇന്നും ഒക്കെ എനിക്ക് ഷീലുവിന്റെ അടുത്ത് ഇന്നും പരിഭവം എന്നാന്നറിയോ, ഒരു നേഴ്സായിട്ട് അത് എന്നത്തിനാ വേണ്ടാന്ന് വെച്ചേ. അത് ആക്ച്വലി ഇഷ്ടമല്ലായിരുന്നോ? അങ്ങനെയല്ല. പുള്ളിക്ക് ആക്ച്വലി നേഴ്സായി കഴിയുമ്പോൾ നമ്മൾ പുറത്തായിരിക്കുമല്ലോ. ഞാൻ കുവൈറ്റിലായിരുന്നു. അപ്പൊ ഞാൻ അവിടുന്ന് പിന്നെ UK പോകാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു. അപ്പൊ ഞാൻ UK പോയി നമ്മൾ അവിടെ സെറ്റ് ആവും. ഈ പുള്ളിക്ക് UK പോകണ്ട. പുള്ളിയുടെ ബിസിനസ്സും കാര്യങ്ങളും ഒക്കെ ഇവിടെയാണ്. പുള്ളിയുടെ കാര്യങ്ങളെല്ലാം ഇവിടെയാണ്. അപ്പൊ എങ്ങനെ അത് സെറ്റ് ആവും? വർക്ക് ആവത്തില്ലല്ലോ. അത് തന്നെയല്ല, നമ്മൾ ഏൺ ചെയ്യുവാണല്ലോ ചെയ്യുന്നത്. നേഴ്സുമാര് ഏൺ ചെയ്താൽ നമുക്ക് ആവശ്യമുണ്ടല്ലോ, പൈസ ആവശ്യമുണ്ട്. എനിക്കുണ്ടായിരുന്നു. പക്ഷെ പുള്ളിയുടെ കേസിൽ പുള്ളി ഏൺ ചെയ്യുന്നുണ്ട്. അപ്പൊ ആരെങ്കിലും ഒരാള് മതിയെന്നുള്ളതല്ലോ, പിള്ളേർക്കും ഒരു ഗൈഡൻസ് ആവും. പക്ഷെ എന്നാലും നാട്ടിലൊന്നും ട്രൈ ചെയ്തില്ല നേഴ്സായിട്ട് വർക്ക് ചെയ്യണം? ഇല്ല. പിന്നെ അങ്ങനെ അങ്ങ് നിർത്തിയായി. എന്താ പറയാ, ഭാര്യ, ഒരു അമ്മ, ആ ഒരു റോള് കറക്റ്റ് ആക്കാൻ. അതെ. പക്ഷെ ഇപ്പൊ ഈ ഒരു ബിസിനസ് ചെയ്യുന്നതിന് മുന്നേ ഞാൻ വീട്ടിൽ ഇങ്ങനെ ഈ പറഞ്ഞ പോലെ ഒന്നും ചെയ്യാനില്ലാണ്ടിരുന്ന സമയത്ത് ഞാൻ ആലോചിച്ചായിരുന്നു സർട്ടിഫിക്കറ്റ് ഒക്കെ ഒന്നുകൂടെ പോയിട്ടൊന്ന് എടുത്തൊന്ന് റീരജിസ്റ്റർ ചെയ്യണം. പിന്നെ നമ്മള് 5 വർഷം കൂടുമ്പം ചെയ്യണം നമ്മള്. അപ്പൊ ഒന്നുകൂടെ രജിസ്റ്റർ ചെയ്തിട്ട് ഇല്ല ചെയ്തില്ല. അറ്റ്ലീസ്റ്റ് 5 years കൂടുന്ന രജിസ്റ്റർ ചെയ്തിടായിരുന്നില്ലേ? അതിപ്പം 10-20 കൊല്ലമായി, 22 years ആയി. അതൊരു അസറ്റ് ആണല്ലേ നമുക്ക്. അത് ഞാൻ ബോംബെയില് വീട്ടിലിങ്ങനെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അപ്പൊ ഇടയ്ക്ക് ചെല്ലുമ്പോ എടുത്ത് ഇങ്ങനെ നോക്കും. ഞാനായിരുന്നല്ലോ. നമ്മൾ പഠിച്ചതൊന്നും ഒരിക്കലും മറക്കാൻ പറ്റില്ല. ഞാൻ അത് എപ്പോഴും അത് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഇതിന്റെ ഇടയില് ഷിലുവിന് ഒരുപാട് സാധനങ്ങൾ വന്നു. അതായത് ആസ് ആൻ ആക്ട്രസ്, ഒരു നേഴ്സായിരുന്നു, അത് കഴിഞ്ഞൊരു വൈഫായി, അമ്മയായി, ആക്ടറായി, ആക്ട്രസായി, പ്രൊഡ്യൂസറായി, അപ്പൊ ഇപ്പൊ ലാസ്റ്റ് വന്ന് നിൽക്കുന്ന ഓൺട്രപ്രണറാണ്. ഓക്കെ. അപ്പൊ ഈ ആക്ട്രസ് ആയത് നഴ്സിംഗ് പഠിച്ചെല്ലാം കഴിഞ്ഞതിന് ശേഷമല്ലേ? അതെ. അത് അതിനുശേഷം കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് സിനിമയിലേക്ക്. ആരാ ഫസ്റ്റ്? അപ്പൊ അബാം സാറാണോ പറഞ്ഞു നമുക്ക് അഭിനയിക്കാൻ? അത് ഷീലുവിന് ഇഷ്ടമല്ല. നമുക്ക് ഇത് ബിൽഡേഴ്സ് ഉണ്ട്. നമ്മുടെ അബാം ബിൽഡേഴ്സ് എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു കമ്പനി ഉണ്ട്. അന്ന് നമ്മള് വില്ല പ്രോജക്റ്റ് ഒക്കെ ഉണ്ടാക്കി. ഇവിടെ എറണാകുളത്ത് 2-3 വില്ല പ്രോജക്ട്സ് നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് നമ്മൾ ഇത് ഫൈനലൈസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ അഡ്വർടൈസ്മെന്റ് നമ്മൾ ചെയ്യുന്നുണ്ട്. ഞാനല്ല ആക്ച്വലി ചെയ്യാനിരുന്നേ, നമ്മളൊരു മോഡലിനെ വെച്ച് ചെയ്യാനിരുന്നതാണ്. അപ്പൊ അതിന്റെ ഡയറക്ടർ ഫെലിക്സ് ജോസഫ് എന്ന് പറഞ്ഞിട്ട് പുള്ളി. അപ്പൊ അവര് വന്നിങ്ങനെ അഡ്വർടൈസ്മെന്റിനെ പറ്റി സംസാരിക്കുമ്പോ ഞാനും ഉണ്ട് അവിടെ. അപ്പൊ ഇങ്ങനെ പുള്ളി എന്തുകൊണ്ട് ചെയ്തുകൂടാന്ന് ചോദിച്ചു. അപ്പൊ എന്റെ ഉള്ളില് പണ്ട് തൊട്ടുള്ള ആഗ്രഹമൊക്കെ ഉണ്ട്. സിനിമയിൽ അഭിനയിക്കാനൊക്കെ പണ്ട് ഇഷ്ടമായിരുന്നു. ചെറുതിലെ
ഓഫർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം മനോരമയില് മോചിത്രം വന്നപ്പം 16 വയസ്സില് അതൊക്കെ അപ്പനും അമ്മയും സമ്മതിച്ചു അന്നേരം? ഇപ്പൊ ഇത്രയും റെസ്ട്രിക്റ്റ് ആയിട്ട് വളർത്തിയ ഒരു കൊച്ച് അപ്പത്തേക്ക് മനോരമയിലൊക്കെ ഫോട്ടോ ഇടാൻ അതെങ്ങനെയാന്ന് വെച്ചാൽ ബ്രദർ അന്ന് മൂലമറ്റ് സെന്റ് ജോസഫ്സ് കോളേജിൽ BA ചെയ്യുവാണ്. അപ്പൊ പുള്ളി അന്ന് കോളേജ് യൂണിയൻ ചെയർമാനാണ്. അന്നേരം അവിടുത്തെ കോളേജ് ഡേക്ക് മനോരമയുടെ എഡിറ്ററാണ് ഗസ്റ്റ് ആയിട്ട് വന്നത്. അപ്പൊ ഞാനും അമ്മച്ചിയും പോയിട്ടുണ്ട് കോളേജ് ഡേ. പുള്ളി ചെയർമാൻ ആകുമ്പോൾ ഞങ്ങളെ കൊണ്ടുപോയി. അപ്പൊ എന്നെ കണ്ടപ്പോ അദ്ദേഹം പറഞ്ഞു, അപ്പൊ എന്നെ പരിചയപ്പെടുത്തി കൊടുത്തത് പെങ്ങളൂട്ടിയാന്ന് പറഞ്ഞിട്ട്. അപ്പൊ നല്ല മുഖശ്രീ ഉണ്ടല്ലോ, നമുക്കൊരു ഫോട്ടോ എടുത്താല് മനോരമയിൽ കൊടുക്കാന്ന് പറഞ്ഞു. അപ്പൊ അന്ന് ഇതിനെപ്പറ്റി ഒന്നും വേറെ ചിന്തിച്ചില്ല. 2 വീക്സിൽ അവര് മനോരമയിൽ ചെല്ലാൻ പറഞ്ഞു കോട്ടയത്ത്. അപ്പൊ ഞങ്ങളുടെ വീടും പാലായാണല്ലോ. അപ്പൊ അവിടുന്ന് പോയി പാലായിന്ന് പോകുന്നു. അവിടെ പോയി ഒരു വിക്രമൻ നമ്പൂതിരി എന്ന് പറഞ്ഞ ഫോട്ടോഗ്രാഫറാണ്. ആ പേര് ഞാൻ എപ്പോഴും ഓർത്തിരിപ്പുണ്ട്. അദ്ദേഹത്തെയാണ് ഞാൻ ഏറ്റവും കൂടുതൽ ഫോട്ടോസ്, ഇങ്ങനെ ക്യാമറ ഫോട്ടോസ് ഒക്കെ കാണുമ്പോൾ എപ്പോഴും അദ്ദേഹത്തെ ഓർമ്മ വരും. ആദ്യമായിട്ട് എന്റെ ആ ഫോട്ടോസ് അപ്പൊ എന്നോട് പറഞ്ഞിരുന്നു, ഒരു 4 മാസത്തെ ഇടവേളയ്ക്ക് ശേഷം വരുള്ളൂ, പബ്ലിഷ് ചെയ്യുള്ളൂ. ഒരു 2 വീക്സ് കഴിഞ്ഞപ്പോൾ എന്റെ ഫാദർ കടയിൽ സാധനം വാങ്ങാൻ പോകുക. കടകളിലെല്ലാം പെട്ടിക്കടകളിലെല്ലാം തൂങ്ങി കിടക്കുന്നു. അവിടെ 2ാമത്തെ ആഴ്ച അവരത് 3rd വീക്ക് പബ്ലിഷ് ചെയ്തു. 2 വീക്സ് ഗ്യാപ്പിൽ അവർ പബ്ലിഷ് ചെയ്തു. പിന്നെ അങ്ങോട്ട് എഴുത്തുകളുടെ പ്രവാഹം, ഓഫേഴ്സ്, സിനിമയെന്നു അന്നൊക്കെ ഇഷ്ടമല്ലായിരുന്നോ? ഇല്ലില്ല. അയ്യോ, സിനിമ എന്ന് പറഞ്ഞാൽ അടിപ്പിക്കുവല്ല. അപ്പൊ പിന്നെ ഒരു സിനിമ അപ്പൊ സാറ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടോ? ഇല്ലില്ല. പുള്ളി സിനിമയൊന്നും പുള്ളിക്ക് അറിയില്ല. പുള്ളി അന്ന് ഞാൻ ചെറുതല്ലേ, എനിക്കന്ന് 16 വയസ്സേ ഉള്ളൂ. അപ്പം അങ്ങനെ ആ സ്വപ്നങ്ങളൊക്കെ കഴിഞ്ഞ് നഴ്സിങ്ങിന് പോകണല്ലോ. അതൊക്കെ അവിടെ തീർന്നു. കുറെ ഒരു മാസത്തെ ബഹളമായിരുന്നു. കുറെ എഴുത്തുകൾ, 128 എഴുത്തുകൾ വന്നു, പ്രേമലേഖനം, അതെല്ലാം അവിടെ സൂക്ഷിച്ചു വെച്ചായിരുന്നു ഞാൻ പെട്ടിയില്. പക്ഷെ അതെല്ലാം വിട്ടിട്ടാണ് നഴ്സിങ്ങിന് പോകുന്നത്. അതെല്ലാം വിട്ടു, നഴ്സിംഗ് ആയി. പിന്നെ സിനിമയെ പറ്റി ചിന്തയില്ല. പിന്നെ സാർ ആലോചനയായിട്ട് വന്നതേ ഉള്ളൂ. അതെ, ഓക്കെ. കല്യാണം കഴിഞ്ഞതിന് ശേഷം വില്ല പ്രോജക്ട് വന്നു. വില്ല പ്രോജക്ട് വന്നതിന് ശേഷം ഫിലിമിലേക്ക് ഓഫേഴ്സ് വന്നു തുടങ്ങിയോ? ഇല്ല. വില്ല പ്രോജക്റ്റിൽ നമ്മളൊരു അഡ്വർടൈസ്മെന്റ് ചെയ്യുന്നു. ആ ഡയറക്ടറാണ് പറയുന്നത്, അദ്ദേഹം സിനിമ ചെയ്യാനൊക്കെ ഇരിക്കുമായിരുന്നു. അപ്പൊ ഈ ആഡ് ചെയ്ത ഡയറക്ടറാണ് പറയുന്ന ഒരു കഥ പറയുന്നു. ശ്രീനിവാസൻ ചേട്ടൻ എഗ്രി ചെയ്ത കഥയാണ്, നമ്മുടെ ശ്രീനിയേട്ടൻ. അപ്പൊ അതിൽ ലെനയും അങ്ങനെ കുറെ നല്ല ക്യാരക്ടർ, ഒത്തിരി ആർട്ടിസ്റ്റുകളുള്ള ഒരു സിനിമയാണ്. നിങ്ങൾക്കത് പ്രൊഡ്യൂസ് ചെയ്യാവോ എന്ന് ചോദിക്കും. വീപ്പിംഗ് ബോയ് എന്നാണ് സിനിമയുടെ പേര്. അങ്ങനെ നമ്മളത് അന്ന് 1.5 കോടിയാണ് സിനിമയുടെ ചെലവെന്ന് പറയുന്നത്. അത് ഞങ്ങൾ ചെയ്യുന്നു ആ പടം. അപ്പൊ അതിൽ ഞാൻ ചെറിയ റോള്, ഒരു ഡോക്ടറുടെ റോൾ, ഒരു ഇല്ല. അതില് ഇഷ്ടം ഉള്ളതാണെ കുറെ ക്യാരക്ടേഴ്സ് ഉണ്ട്, നീളമുള്ള ക്യാരക്ടേഴ്സ് ഒക്കെ വേറെ ഉണ്ട്. അഭിനയം ഉള്ളിൽ കിടക്കല്ലേ. പക്ഷെ എനിക്ക് അങ്ങനെ അറിയില്ല അഭിനയം എന്ന് വെച്ചാൽ. അഭിനയിക്കാൻ ഡാൻസർ ഒക്കെ ആയതുകൊണ്ട് അറിയാമെങ്കിലും ക്യാമറ ഫേസ് ചെയ്തിട്ടില്ല. അങ്ങനെ ഈ വിക്രമൻ നമ്പൂതിരി എടുത്ത ഒരു ഫോട്ടോ മാത്രമേ എക്സ്പീരിയൻസ് ഉള്ളൂ. അങ്ങനെ ഞാൻ ആദ്യത്തെ സ്ക്രീൻ ഷെയർ ചെയ്യുന്ന ശ്രീനിയേട്ടനൊപ്പമാണ്. ഞാനൊരു സൈക്യാട്രിസ്റ്റ്, ശ്രീനിയേട്ടനെ ചികിത്സിക്കാൻ ചെല്ലുന്ന സൈക്യാട്രിസ്റ്റ് ജയിലില്. അതൊരു 3-4 സീന് ഉള്ള ഒരു ഇതാണ്. അത് അത്യാവശ്യം ക്യാമറയോടല്ല പേടി, എനിക്ക് സിനിമയുടെ ആ ഒരു സാധനങ്ങൾ നമ്മളെ ലൈറ്റ് ചെയ്യാനും അതൊന്നും അറിയില്ലായിരുന്നു, എങ്ങനെ അത് ഹാൻഡിൽ ചെയ്യണം എന്നുള്ളതൊക്കെ. അതൊക്കെ എനിക്ക് അത്യാവശ്യം പറഞ്ഞു തന്ന ശ്രീനിയേട്ടനാണ്. അതുകൊണ്ട് ഞാൻ എപ്പോഴും ശ്രീനിയേട്ടനെ എപ്പോഴും ഇങ്ങനെ ഓർക്കാറുണ്ട്. അതെ. അപ്പൊ അദ്ദേഹത്തിനൊപ്പം ദേവൻ ചേട്ടനൊപ്പമാണ് ഞാൻ ആദ്യമായിട്ട് അഭിനയിക്കുന്നത്. അപ്പൊ അങ്ങനെ തുടങ്ങിയതാണ്. ആദ്യത്തെ ഷോട്ട് എടുക്കുന്നതിന് ശ്രീനിയേട്ടനോടൊപ്പമാണ്. ഓക്കെ, അതിനുശേഷം അഭിനയിച്ചു തുടങ്ങി. പിന്നെ ഈ പറഞ്ഞ പോലെ ഇപ്പൊ ഇത്രയും കാലമായിട്ട് ചെയ്ത ക്യാരക്ടർ ഏറ്റവും കൂടുതൽ ഷീലുവിന് ഇഷ്ടമുള്ളത് ഏതായിരുന്നു? എനിക്ക് പുതിയ നിയമം എന്ന് പറഞ്ഞ സിനിമയിലെ പോലീസ് ഓഫീസർ ഭയങ്കര ഇഷ്ടമാണ്. പോലീസ് ഓഫീസർ വേഷമൊക്കെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. അത് അങ്ങനെ വന്നുപെട്ടതാണ്. അതിനെപ്പറ്റി ക്യാരക്ടർ അനുസരിച്ച് നോക്കുകയാണെങ്കിൽ ഒരു പാവം, നല്ലൊരു ഒതുങ്ങിയ പെൺകുട്ടി, അങ്ങനെയൊക്കെ അല്ലേ നമ്മുടെ മനസ്സിലേക്ക് വരിക. പക്ഷെ പോലീസ് ഓഫീസറായിട്ട് വേഷം ചെയ്തപ്പോ അത് എല്ലാവരും അംഗീകരിച്ചു, അത് അക്സെപ്റ്റബിൾ ആയിരുന്നു. പിന്നീട് വീണ്ടും എന്നെ തേടി പോലീസ് വേഷങ്ങൾ വന്നു. 4 എണ്ണത്തിൽ ഞാൻ പോലീസായിട്ട് IPS ആയിട്ട് ചെയ്തു. അപ്പൊ ഈയിടെ സീരിയലിൽ നിന്ന് പോലും ഒരു ഗസ്റ്റ് റോൾ വിളിച്ചിട്ടുണ്ട് ഒരുപാട്. ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല, അത് നമ്മൾ കമ്മിറ്റ്മെന്റ് എന്നുവെച്ചാൽ നമ്മള് തിരുവനന്തപുരത്തായിരിക്കും മിക്കത് ഷൂട്ട്. പിന്നെ നമ്മള് വർഷങ്ങൾ നീണ്ടുന്ന അറിയത്തില്ല. അപ്പൊ എന്നെ വിളിച്ച സമയമൊക്കെ പിള്ളേര് ചെറുതാ. ഇനിയിപ്പം ഓക്കെ. അപ്പൊ ഇപ്പൊ ഓൺട്രപ്രണർ ആയി, ഇപ്പൊ സിനിമ അഭിനയിച്ചു, ആക്ട്രസിനകത്ത്. പക്ഷെ എനിക്ക് ഷീലുവിന് ഇഷ്ടം ഏതാണോ, ജയറാമായിട്ടിന്റെ കൂടെ ഒരു ഭയങ്കര രസട്ടോ. അതിനകത്തൊരു എന്താ പറയാ, നമ്മളൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു പെൺകുട്ടി എന്ന് പറയില്ലേ, ഭയങ്കര ഒതുങ്ങി അടുക്കളയിലൊക്കെ നിൽക്കുന്ന
റിയൽ ഒരു നല്ലൊരു പെൺകുട്ടിയുടെ നല്ല ക്യാരക്ടറാണ്. ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ക്യാരക്ടർ പട്ടാഭിരാമൻ. ശരിക്കും ക്യാരക്ടർ സെലക്ട് ചെയ്യാറുണ്ട്? ഇല്ല, ഞാൻ അങ്ങനെ ഇപ്പൊ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന സിനിമകളിലും അങ്ങനെ നമ്മൾ ചെന്ന് എനിക്കിത് ചെയ്യണം എന്ന് പറയുന്നതിൽ കാര്യമില്ലല്ലോ. അതിലെ ഡയറക്ടർ നമുക്കായിട്ടൊരു ക്യാരക്ടർ തരും. അത് എനിക്ക് ഇഷ്ടമാണെങ്കിൽ ഞാൻ ചെയ്യുള്ളൂ, ഇഷ്ടമല്ലെങ്കിൽ ഞാൻ ഇല്ല എന്ന് പറയും. എനിക്കത് പറ്റില്ല എന്ന് തന്നെ ഞാൻ പറയും. എനിക്ക് പറ്റുന്ന, എനിക്ക് ഇഷ്ടപ്പെടുന്ന ക്യാരക്ടേഴ്സ് മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. അതെ, ഈയിടെ മച്ചാന്റെ മാലാക എന്ന് പറഞ്ഞ സിനിമ ഇറങ്ങിയപ്പോൾ ഞാൻ അതിൽ ചെയ്യാനേ ഇരുന്നതല്ല. നമിത സൗബിൻ അഭിനയിച്ച് അതിൽ അവസാനം ഞാൻ ഉണ്ടായിരുന്നേ ഇല്ല. സിനിമയിൽ എങ്ങും ഒരു കഥാപാത്രത്തെ പറ്റി പ്ലാൻ ചെയ്തിട്ടേ ഉണ്ടായിരുന്നില്ല. അവസാനം അതിനകത്തൊരു അഡ്വക്കേറ്റിന്റെ റോള് വൺ ഡേയിൽ അന്ന് ഡയറക്ടർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു അത് വേറൊരാളെ, ഒരു നടനെയാണ് അവിടെ വെച്ചിരുന്നത്. ആ നടന് പെട്ടെന്ന് ഡേറ്റിന്റെ ഇഷ്യൂ വന്ന് മാറിപ്പോയി. അങ്ങനെ അപ്പം ചോദിക്കുന്നു, അയ്യോ ഡേറ്റ് മാറ്റാനും പറ്റാ, എന്നാ പിന്നെ എന്തുകൊണ്ട് ഷീലുവിന് ചെയ്തുകൂടാ? അപ്പൊ ഞാൻ ഓക്കെ അങ്ങനെ ചെയ്തതാണ്. ഓക്കെ, ആക്ച്വലി നിങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫിലിമില് ഷീലു അഭിനയിക്കുമല്ലോ. അപ്പൊ ശരിക്കും ഷീലുവിന്റെ പാർട്ട് എങ്ങനെയാണ്? മോർ റെസ്പോൺസിബിൾ ആണോ? ഐ മീൻ ആസ് എൻ ആക്ട്രസ് എന്നല്ല, ആക്ട്രസ് ആയിട്ട് നമുക്ക് ചെന്ന് അവിടെ ചുമ്മാ ഇരിക്കാൻ ഒക്കത്തില്ലല്ലോ. പാർട്ട് യു ആർ എ പ്രൊഡ്യൂസർ ഓൾസോ. അപ്പൊ അതിന്റെ ഒരു റെസ്പോൺസിബിലിറ്റി എങ്ങനെ ഏറ്റെടുക്കും? അത് ഭയങ്കരമാണ്. എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അഭിനയിക്കാൻ നിൽക്കുമ്പോഴും അവിടെയുള്ളവരുടെ, നമുക്കറിയാലോ ഓരോ ഷോട്ട് എടുക്കുമ്പോഴും അവിടുത്തെ പ്രശ്നങ്ങൾ അറിയാലോ. ഓരോരോ പ്രശ്നങ്ങൾ അവിടെ വന്നോണ്ടിരിക്കും. അതെല്ലാം എന്നിലേക്ക് വരും. ആ തോക്ക് എന്നിലേക്ക് നീളും. ഒന്നും അറിയാത്ത നേരെ ചൂണ്ടുന്ന പോലെ എനിക്ക് തോന്നും. ഇവൻ എന്നോട് അവര് പറയണമെന്നില്ല, ബട്ട് സ്റ്റിൽ അയ്യോ അവിടെ അന്നൊരു പ്രശ്നമുണ്ട്, ഇന്നുണ്ട്, ആ ലൊക്കേഷനിൽ അത് ശരിയായിട്ടില്ല, ഇത് ശരിയായിട്ടില്ല എന്നൊക്കെ പറയുമ്പോഴും ഞാനത് എന്റെ തലയിലേക്ക് എടുത്തങ്ങ് വെക്കും ഓട്ടോമാറ്റിക്കലി. അപ്പൊ ഞാൻ അപ്പൊ പെട്ടെന്ന് അല്ലെങ്കിൽ ഇവരുടെ എല്ലാം മുഖം മാറുന്നതും ഇവർക്ക് ഇറിറ്റേറ്റഡ് ആവുന്നൊക്കെ ഞാൻ കാണേണ്ടി വരുവാണ്. പിന്നെ അവരുടെ കംഫർട്ട് സോൺ നോക്കണം. ബാക്കി കൂടെ നമ്മൾ വിളിച്ചിട്ടുള്ള ഈ പറഞ്ഞ സോക്കോൾഡ് നടന്മാരുടെ നടിമാരുടെ ഒക്കെ കംഫർട്ട് സോണ്, കംഫർട്ട് ലെവല്, അവർക്ക് വരുന്ന അവരുടെ ഫുഡ് കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട്, അവർ ഹാപ്പിയാണോ, അവരുടെ കാരാവിനും എല്ലാം ക്ലീൻ ആണോ, ഇതൊക്കെ എന്നിലേക്ക് നീളുന്നുണ്ട്. ആ ക്വസ്റ്റ്യൻസ് ഈ പറഞ്ഞ പോലെ ആസ് ആൻ ആക്ട്രസ് ഒരിക്കലും നമുക്കൊരു ചെയറിൽ ചെന്നിരിക്കാൻ ഒക്കത്തില്ല. ഒരിക്കലും ഇല്ല. ഞാൻ എന്റെ സിനിമകളിലെല്ലാം ഞാൻ ഒരുപാട് സ്ട്രെസ് അനുഭവിച്ചിട്ട് തന്നെയാണ് അഭിനയിച്ചിട്ടുള്ളതും. കാരണം ഹസ്ബൻഡ് ഒരിക്കലും ലൊക്കേഷനിൽ വരികയില്ല. ഒരിക്കലും ആ മനുഷ്യൻ ലൊക്കേഷനിൽ വരുന്നത് ഞാൻ 15 സിനിമ ചെയ്തു ഞങ്ങള്. 15 സിനിമയിൽ ആ പൂജയുടെ അന്ന് പുള്ളി വരും. പൂജയുടെ അന്ന് ചെയ്തിട്ട് പിന്നെ പുള്ളിനെ മഷി ഇട്ടാ കിട്ടില്ല പുള്ളിനെ. പാക്കപ്പിന്റെ ഒന്നും വരികയില്ല. ആ പാക്കപ്പ് നിങ്ങൾ ചെയ്തോട്ടോ എന്ന് പറയും. അതെ, അത്രേ ഉള്ളൂ. പുള്ളിക്ക് ടെൻഷൻ എടുക്കാൻ പറ്റത്തില്ല. പുള്ളിക്ക് എന്താ അതൊന്നും വലിയ താല്പര്യമൊന്നുമില്ല. പൈസ തന്നോണ്ടിരിക്കും, പിന്നെ ഫോണിൽ കൂടെ ഇങ്ങനെ വിളിച്ച് ചോദിച്ചോണ്ടിരിക്കും, അന്വേഷിച്ചോണ്ടിരിക്കും. അതിനപ്പുറത്തേക്ക് അങ്ങനെ ഒരു ലൊക്കേഷനിലും അങ്ങനെ 1 or 2 പ്രാവശ്യം അല്ലാണ്ട് എനിക്കൊന്ന് മമ്മൂക്കയുടെ സിനിമ ചെയ്തപ്പം പുത്തൻപണം എന്ന് പറഞ്ഞ സിനിമയുടെ ലൊക്കേഷനിൽ മമ്മൂക്ക ചോദിച്ചപ്പോഴേ ഇതിന്റെ പ്രൊഡ്യൂസറെ കാണാനില്ലല്ലോ എന്ന് പറഞ്ഞപ്പോഴേ പുള്ളി വന്നത്. മമ്മൂക്കയായിട്ട് വർക്ക് ചെയ്തതിന്റെ എക്സ്പീരിയൻസ് എങ്ങനെയാ? ഭയങ്കര നല്ലതായിരുന്നു. ഞാനും മമ്മൂക്കയുടെ കൂടെ 3 സിനിമയിൽ അഭിനയിച്ചു. മംഗ്ലീഷ് എന്ന് പറഞ്ഞ സിനിമ, അത് നമ്മുടെ പ്രൊഡക്ഷൻ അല്ല, അതിൽ ഞാൻ അഭിനയിച്ചതാണ്. അവിടെയാണ് മമ്മൂക്കനെ ആദ്യം ഞാൻ കാണുന്നത്. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ പുതിയ നിയമം പ്രൊഡ്യൂസ് ചെയ്യുന്നത്, പുത്തൻപണം പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇറ്റ്സ് വെരി ഗുഡ് എക്സ്പീരിയൻസ്. നമുക്ക് ഭയങ്കര സപ്പോർട്ടിംഗ് ആക്ട്രസ് ആണ്. ഭയങ്കര നമ്മളൊക്കെ ന്യൂ കമേഴ്സിനെ ഒത്തിരി സപ്പോർട്ട് ചെയ്യുന്ന ഒരു ആക്ടർ. ഒത്തിരി നല്ല മനുഷ്യനാണ്. നമുക്ക് ആദ്യം കാണുമ്പോൾ ഒരു പേടിയൊക്കെ തോന്നും. അതെ, ഡെഫിനറ്റ്ലി. അത് എന്നാന്ന് വെച്ചാൽ മമ്മൂക്കായ്ക്ക് ചില കാര്യങ്ങളൊന്നും ഈ പറഞ്ഞ പോലെ ഇറസ്പോൺസിബിൾ ആവുന്ന പുള്ളിക്ക് ഇഷ്ടമല്ല. അത്രേ ഉള്ളൂ. അല്ലാതെ എന്നെ സംബന്ധിച്ച് ഞാനൊരു ഫിലിം ചെയ്തുള്ളൂ, സ്റ്റിൽ എനിക്ക് അതാ തോന്നിയിട്ടുള്ളത്. ഇനി എങ്ങനത്തെ ക്യാരക്ടേഴ്സ് ഒക്കെ ചെയ്യാൻ ഇഷ്ടം? ഇപ്പൊ ഞാൻ സിനിമയൊക്കെ വിട്ട് ആഗ്രഹങ്ങളൊന്നും അങ്ങനെ മനസ്സിലില്ല. ഇഷ്ടമായിരുന്നു ഉള്ളിന്റെ ഉള്ളിലെ ചെറുപ്പത്തിലെ. അതെല്ലാം ഞാൻ സിനിമ കണ്ടല്ലോ. എനിക്ക് അതെന്നാന്ന് ചോദിച്ചാൽ ആദ്യമൊക്കെ ശരിക്കും പറഞ്ഞാൽ നമ്മളെല്ലാം അങ്ങനെയല്ലേ, സിനിമ എന്താണെന്ന് അറിയാം. സിനിമയിൽ എന്റെ ഒരു പോസ്റ്ററിൽ എന്റെ തലയൊന്ന് അടിച്ചു വരാൻ വേണ്ടിയിട്ട് ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട്. അത് കണ്ടു. മാഗസിന്റെ ചിത്രം വരണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ട്. അത് അന്നേ വന്നു. അത് വീണ്ടും വരണമെന്ന് ആഗ്രഹിച്ചു. അതൊക്കെ നടന്നു. അപ്പൊ സിനിമയിൽ ഈ പറഞ്ഞ പോലെ എല്ലാവരുടെയും കൂടെ തന്നെ അഭിനയിച്ചു. മിക്ക എല്ലാ ആർട്ടിസ്റ്റുകളുടെ കൂടെ അഭിനയിച്ചു കഴിഞ്ഞു. അപ്പൊ എനിക്ക് അതിന്റെ ആ ഒരു ഇത് ഇത്രേ ഉള്ളൂ. പിന്നെ നമ്മൾ തന്നെ കാശ് കൊടുക്കണ്ടേ? അതുകൊണ്ടല്ലോ. അല്ലാതെ പുറത്തുനിന്ന് എന്നെ വിളിച്ച് അഭിനയിപ്പിക്കുന്നതൊക്കെ വളരെ കുറവാണ്. വിളിക്കുന്നില്ല എന്നല്ല, എന്നെ വിളിക്കുന്നുണ്ട്. എന്നെ ഈയിടെയും 2-3 സിനിമകളിൽ നിന്ന് വിളിച്ചു. എനിക്കപ്പം ഞാൻ ചെയ്തു വെച്ച കുറച്ചൊരു ക്യാരക്ടേഴ്സ് ഉണ്ടല്ലോ, എനിക്ക് അതിൽ നിന്ന് മാറി എനിക്ക് എന്തോ ഒരു നമ്മുടെ ഇമേജ് എനിക്ക് ആ ഒരു അങ്ങനെ നിന്നോട്ടെ. ഷീലു എബ്രാഹിം എന്ന് പറയുന്ന വ്യക്തി അങ്ങനെ ഇരുന്നോട്ടെ.
പ്രൊഡ്യൂസർ ആയിട്ടാണെങ്കിൽ അങ്ങനെ ഇരുന്നോട്ടെ, നോ പ്രോബ്ലം. അപ്പം അങ്ങനെ ഞാൻ 2-3 ഡീനേ ചെയ്തു ഇപ്പൊ ഈയിടെ വന്നത്. ഇപ്പൊ സിനിമയിലൊന്നും വേണ്ട, സിനിമയിലൊന്നും അഭിനയിക്കാൻ വിടില്ല എന്നൊക്കെ പറഞ്ഞ് വളർത്തിയ ഒരു പെൺകുട്ടി സിനിമയിലേക്ക് വന്നു. അത് പക്ഷെ സിനിമയിൽ വന്നപ്പോൾ ഇറ്റ് വാസ് എ ഗുഡ് എക്സ്പീരിയൻസ് ഓർ എ ബാഡ് എക്സ്പീരിയൻസ് ഫോർ യു? രണ്ടും ഉണ്ട്. ആണോ? ഗോസിപ്സ് ഒക്കെ വരാർ കേൾക്കുമ്പോഴൊക്കെ എങ്ങനെയായിരുന്നു? ഹൗ യു റിയാക്ട് ടു ദാറ്റ്? അങ്ങനെ ഗോസിപ്പിന്റെ വാക്കേ നമുക്ക് അർത്ഥം അറിയാം. ഗോസിപ്പ് റൂമേഴ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് അറിയാം അതിന്റെ അർത്ഥം എന്താണെന്ന്. പക്ഷെ ബട്ട് സ്റ്റിൽ നമ്മൾ അത് കേൾക്കുമ്പോൾ വി ഫീൽ ബാഡ് ഓഫ് അവർസെൽഫ് അല്ലേ? അങ്ങനെ ഒരു ഗോസിപ്പായിട്ടൊന്നും എന്നെ പറ്റി നമ്മളെ പറ്റി ബേസിക്കലി കേൾക്കുമ്പോ നമുക്കൊരു ഫീൽ ബാഡ് തോന്നാറില്ലേ ആദ്യമൊക്കെ? ഇപ്പൊ ഇത് എന്താണ്, ഇപ്പൊ ഫുൾ ഇതല്ലേ ഉള്ളൂ. അതേ ഉള്ളൂ. പക്ഷെ ഷീലുവിന് എപ്പോഴും തോന്നിയിട്ടില്ല ഈ നെഗറ്റീവ് ഇസ് നോട്ട് സോ ഗുഡ്? ആരും നെഗറ്റീവിനെ പറ്റി പറയുന്നല്ലാതെ പോസിറ്റീവ് പറയുന്നില്ല. പോസിറ്റീവ് പറയില്ല, അതാണ് എല്ലാവർക്കും ഇഷ്ടം. മനുഷ്യരങ്ങനെയാണ്. അതാണ് ഞാൻ പറഞ്ഞത്. മനുഷ്യർക്ക് ഏതാണോ, ഇപ്പം ഞാൻ എന്നെ പറ്റി എന്തെങ്കിലും ഒരു നെഗറ്റീവ് കിട്ടി അത് മാത്രമായിരിക്കും ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്നത്. എന്റെ നല്ല ഗുണങ്ങൾ ആരും കാണത്തില്ല. അല്ലെ ഞാൻ ചെയ്തിട്ടുള്ള എന്റെ ലൈഫിൽ ഒരിക്കലും വരത്തില്ല. അതെങ്ങനെ വരും? അതെന്താ വെച്ചാൽ അതുകൊണ്ടാണല്ലോ എല്ലാം ഈ നെഗറ്റീവ് മാത്രം വരുന്നത്. അത് ആൾക്കാർക്ക് അത് എസ്പെഷ്യലി എനിക്ക് തോന്നിയിട്ടുണ്ട് നമ്മളുടെ ഈ ഒരു സ്റ്റേറ്റിലാണോ കുറച്ച് കൂടുതലെന്നും കൂടെ എനിക്ക് തോന്നിയിട്ടുള്ളൂ. ഫിലിം ഫീൽഡ് അല്ല, ഇൻ ടോട്ടാലിറ്റിയില് ഈ ഇങ്ങനെ നെഗറ്റീവ് മാത്രം. ഇപ്പൊ നമ്മള് സോഷ്യൽ മീഡിയ നോക്കിക്കേ, കമന്റ്സ് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഞാനിപ്പോ നിർത്തി കമന്റ്സ് നോക്കലൊക്കെ നിർത്തി. നമ്മൾ ഞെട്ടിപ്പോകും. എന്ന് വെച്ചാൽ ഇത്രയൊക്കെ സമയമുണ്ട് ഇവർക്ക് ഇരുന്ന് ചിന്തിച്ച്. ചിലതൊക്കെ നമുക്ക് ചിരി വരും. വളരെ ക്രിയേറ്റീവ് ആയിട്ടൊക്കെ കമന്റ് ചെയ്യും. നെഗറ്റീവ് ക്രിയേറ്റീവ് ആയിട്ട് കമന്റ് ചെയ്യും. പോസിറ്റീവ് അല്ല കേട്ടോ ക്രിയേറ്റിവിറ്റി വരുന്നത്. അപ്പൊ ഇത്രയും ക്രിയേറ്റീവ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ നമ്മുടെ സ്റ്റേറ്റിലുണ്ടോ? ഇവരൊക്കെ വേറെ ഇതൊക്കെ യൂട്ടിലൈസ് ചെയ്തായിരുന്നെങ്കിൽ നമ്മുടെ സംസ്ഥാനം ഇല്ല, ഒരിക്കലും ഇല്ല. 1-2 പ്രാവശ്യം കണ്ട് റിയാക്ട് ചെയ്തിട്ടുണ്ടോ അല്ലാതെ. കാരണം പിന്നീട് എനിക്ക് മനസ്സിലായ ഒരു കാര്യമില്ല, റിയാക്ട് ചെയ്താൽ അത് കൂടുതൽ വഷളാവും. അതിനെക്കാട്ടിലും നമ്മൾ മിണ്ടാതിരിക്കുക. അപ്പൊ നമ്മൾ അവരുടെ സംസ്കാരത്തിലേക്ക് പോകും. സൈലൻസ് ഇസ് ദ ബെസ്റ്റ് വെപ്പൺ. നമ്മളത് ആ ഒരു സംസ്കാരം നമ്മള് നമുക്ക് ആ സംസ്കാരം ഇല്ല. അവരുടെ സംസ്കാരമാണ് അവര് കാണിക്കുന്നത്. പക്ഷെ ഞാനൊരു കാര്യം പറയാം. ഇപ്പൊ ഷീലുനായാലും ഞാനായാലും കുറച്ച് വിഷമത്തോടെ ആ ഒരു കാര്യം പറയുന്നത്, ഞങ്ങളെ പറ്റി അങ്ങനെ പറയില്ല, നെഗറ്റീവ് മാത്രമേ പറയുള്ളൂ, പോസിറ്റീവ് പറയുന്നില്ല എന്ന് പറയുന്നില്ലേ. ശരിയാ, നിങ്ങൾക്ക് ഈ നെഗറ്റീവ് പറയാനും പോസിറ്റീവ് പറയാനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യം ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ഞങ്ങളെയൊക്കെ കുറച്ചൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ആസ് എ വെൽ വിഷർ ഞങ്ങളെ ക്രിട്ടിസൈസ് ചെയ്യാം അല്ലെ. ചേച്ചി ഇത് ശരിയല്ല, ചേച്ചി അത് ശരിയല്ല എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സുകൊണ്ട് തന്നെ എന്നാ തൃപ്തിയാന്നറിയോ അത് കേൾക്കാൻ തന്നെ. ഞാൻ അതിലും വിശ്വസിക്കുന്നില്ല. ഈ ശരിയല്ല എന്ന് പറയുന്ന വ്യക്തിക്ക് നമ്മളെ അറിയോ? ഇല്ല. ബട്ട് സ്റ്റിൽ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, അത് ഞാൻ പറയുന്ന ഏത് വേർഷനാണെന്നറിയാവോ? ഇപ്പൊ ഷീലുവിനെ ഒരു സാരി അല്ലെങ്കിൽ ചേച്ചി ഈ സാരി ഈ കളർ ചേച്ചിക്ക് നന്നായിട്ട് ചേരും. മേ ബി അത് അവരുടെ പെർസ്പെക്റ്റീവ് ആയിരിക്കും, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ഈ സാരി ഉടുത്താൽ ചേച്ചിക്ക് നല്ല ഭംഗിയായിരിക്കും എന്ന് പറയുന്നതും, ആ സാരി ഉടുത്ത എന്തൊരു പന്നയാ, വേറെ എന്തെങ്കിലും അങ്ങനെ പറയുന്ന രണ്ട് വേർഷനില്ല. ഞാൻ പറയുന്നത് അതിനെ ഒരു നല്ല സെൻസിലെടുക്കാം, നല്ല രീതിയിൽ നമുക്ക് അതിനെ ഒരാളുടേക്ക് പ്രസന്റ് ചെയ്യാം. അയാളുടെ വെൽവിഷർ ആണെങ്കിൽ അയാളെ ക്രിട്ടിസൈസ് ചെയ്തോളൂ, ബട്ട് അയാളുടെ വെൽവിഷറായിട്ട് ക്രിട്ടിസൈസ്. പക്ഷെ എനിക്ക് തോന്നിയതേ നമ്മൾ ഈ ക്രിറ്റിസിസംസ് ഒക്കെ കൂടുതൽ വന്നിട്ട് എല്ലാ വ്യക്തികളും ഇപ്പൊ തെറ്റാന്ന് നമുക്ക് തോന്നിയ ചില കാര്യങ്ങളില്ലേ സോഷ്യൽ മീഡിയയിൽ കാണുമ്പോൾ ചില കാര്യങ്ങൾ നമുക്ക് തോന്നിയിട്ടുണ്ട് അത് തെറ്റ്. പക്ഷെ അവരുടെ ആ ഒരു സർക്കംസ്റ്റൻസിൽ അവർക്കത് ശരിയായിരുന്നിരിക്കാം. കറക്റ്റാ, നമുക്ക് അറിയില്ല അവിടെ എന്താണ് ഫുള്ള് സംഭവിച്ചെന്നുള്ളത്. അതാ ഞാൻ പറഞ്ഞു, ചില പെർസ്പെക്റ്റീവ് ആണ്. ഞാൻ പറഞ്ഞു അത് അവർക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം ഉണ്ട് പറയാൻ, അത് എവ്രി വൺ ഹാസ് ദാറ്റ്. പക്ഷെ ഞാൻ എപ്പോഴും പറയുന്നത് ക്രിട്ടിസൈസ് ചെയ്യുന്ന ഒരു ഇപ്പം ഷീലുവിനെ തന്നെ ഇപ്പൊ ഒരു വലിയൊരു ഓൺട്രപ്രണർ ആണ്. ഷീലുവിനെ ക്രിട്ടിസൈസ് ചെയ്യാം, എല്ലാവരുടെയും കണ്ണിൽ ഷീലു ശരിയാവണം എന്നില്ല, ഷീലു തെറ്റാവണം എന്നില്ല, എല്ലാം ഉണ്ടല്ലോ, എല്ലാ വർഷവും നമുക്ക് ചിന്തിക്കാം. പക്ഷേ ഷീലുവിന്റെ ഉയർച്ച ആസ് എ വിമൻ, ഞാൻ ഇപ്പോഴും എന്റെ പ്രേക്ഷകരോട് പറഞ്ഞത് ഷീലുവിനെ പറ്റി ആലോചിക്കുമ്പോൾ ഐ എം പ്രൗഡ് ഓഫ് ഹർ. ബിക്കോസ് ഒരു സ്ത്രീക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഉയർച്ചകളാണ് ഇതൊക്കെ. സോ ഐ ഷുഡ് ഫീൽ പ്രൗഡ് ഫോർ ഹർ ആസ് എ വിമൻ. ഞാനും അതിനൊരു എന്താ പറയാ ഒരു പ്രൗഡ് ഫീൽ ചെയ്യുന്നു അല്ലെ. ദാറ്റ്സ് സംതിങ് ഗ്രേറ്റ്. അതേപോലെ യു ക്യാൻ അപ്രിഷിയേറ്റ് ദം, അല്ലെങ്കിൽ അവരെ ഉയർച്ചയ്ക്ക് വേണ്ടി നമ്മൾ അവരെ എൻകറേജ് ചെയ്യാം, ഇതൊക്കെ ചെയ്യാം. അല്ലാതെ ഡിസ്കറേജ് ചെയ്ത് മെന്റൽ ഡിപ്രഷൻ തന്ന് അതിനെ കൊല്ലരുതെന്ന് ഞാൻ പറയുന്നത്. അത് സപ്പോർട്ട് ചെയ്യാം, അത്രേ ഉള്ളൂ. പക്ഷെ ഇതൊക്കെ ഷീലുവിന്റെ ഒരു ചേഞ്ച് വന്നല്ലോ, ഒത്തിരി ചേഞ്ച് വന്നതിൽ ഞാൻ ഇപ്പോഴും പറഞ്ഞ ഐ ഫെൽ സോ പ്രൗഡ് ഓഫ് യു. അതുകൊണ്ട് ഞാൻ ഇന്ന് ഷീലുവിന് സ്പെഷ്യലാണ് ഞാൻ ചെയ്തേ. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, ഡൈനിങ്ങിൽ പോയിട്ട് എന്റെ സ്പെഷ്യൽ വെച്ചിട്ട് ഷീലുവിന് ട്രീറ്റ് ചെയ്യണം. ഓ, താങ്ക് യു.
എൻ്റെ സ്പെഷ്യൽ ഞാൻ പറഞ്ഞു എൻ്റെ പ്രേക്ഷകരോട് ഷീലുവിന് സ്പെഷ്യൽ ആണ് ഇന്ന് ചെയ്യുന്നത്. പക്ഷെ അത് വേണമല്ലോ അല്ലേ, നേരത്തെ പറഞ്ഞ പോലെ. പ്രൗഡ് ഓഫ് യു. അതെ, ഒരു കാര്യം കൂടെ ചോദിച്ചോട്ടെ, നമുക്കിപ്പം ആസ് എ പ്രൊഡ്യൂസർ അല്ലേ, ഇപ്പം ഈ ഏറ്റവും കൂടുതൽ പണ്ടുകാലം പോലെ ഇപ്പൊ എന്നല്ല, എനിക്ക് മുന്നേയും ഇപ്പൊ വരുന്നതും അതിനു ശേഷം ഒക്കെ ഉള്ള ആൾക്കാരുടെ മെയിൻ കംപ്ലൈന്റ് എന്താ അറിയോ, ആരും ഹീറോയിൻ ഓറിയന്റഡ് ആയിട്ട് മൂവീസ് ഒന്നും എടുക്കുന്നില്ല, പെണ്ണുങ്ങൾക്ക് പറഞ്ഞ പോലെ പ്രാധാന്യം കൊടുക്കുന്നില്ല, നല്ല ക്യാരക്ടേഴ്സ് തരുന്നില്ല. ഇപ്പൊ ഷീലു ഫോർ എക്സാമ്പിൾ, യു ആർ ഓൾസോ ദർ, അവർക്ക് പ്രാധാന്യം ഒന്നും വരുന്നില്ല എന്നുള്ളൊരു ബേസ് ആയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്തൊക്കെ ഹീറോയിൻ ഓറിയന്റഡ് ആയിട്ടുള്ള മൂവീസ് ഒക്കെ ചെയ്യാൻ ആഗ്രഹമുണ്ടോ, അതോ ചെയ്യുന്നില്ല എന്നാണോ? പറ്റില്ലായല്ല, എടുക്കാം, പക്ഷെ നമുക്ക് പ്രൊഡ്യൂസേഴ്സിന് അത് നഷ്ടമായിരിക്കും. അല്ല, അപ്പൊ ആരെങ്കിലും, അപ്പൊ നമ്മൾ ഓൾവേസ് ഡിപ്പെൻഡ് അപ്പോൺ ഹീറോ ആണോ? തീർച്ചയായിട്ടും. ഷോ, അപ്പൊ പെമ്പിള്ളേർ ഇനിയിപ്പോ പരാതി പറഞ്ഞിട്ട് കാര്യമില്ല. ഇല്ല, കാരണം അത് അവര് മനസ്സിലാക്കേണ്ട സത്യമാണ്. കാരണം എന്ന് വെച്ചാൽ നമ്മളും അതുകൊണ്ടാണ് പല പടങ്ങളും നല്ല കഥകൾ കേട്ടിട്ടും നമ്മൾ ചെയ്യാതിരിക്കുന്നതിന് കാരണം, അത് എടുക്കാനായിട്ട് ഈവൻ ബിസിനസ്സും നടക്കത്തില്ല. അതുമില്ല, അതുപോലെ ഹിറ്റ് അടിക്കണം തിയേറ്ററിൽ. പക്ഷെ അതിന് ആൾക്കാർ കയറുന്നില്ല അത് കാണാനായിട്ട്. ഒരു ഹീറോയെ കണ്ടിട്ടാണ് ആൾക്കാർ വരുന്നതും. അതുകൊണ്ടാണല്ലോ ഹീറോസ് ഇന്ന് ഹീറോസ് ആയിട്ട് തന്നെ നിൽക്കുന്നത്. അല്ലെങ്കിൽ ഹീറോസ് മാറിക്കൊണ്ടേ ഇരിക്കത്തില്ലേ? എന്തുകൊണ്ടാണ് ഹീറോസ് മാറാത്തെ? ഹീറോയിൻസ് മാറിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട്. അതെ, ശരിയാണോ? ഒരു ഹീറോയിനെ അവിടെ ഇഷ്ടംപോലെ ഹീറോയിൻസ് പുതുമുഖങ്ങളെ വെച്ചിട്ടും ആൾക്കാർ പുതുമുഖങ്ങളെയാണ് കൂടുതൽ പരീക്ഷിക്കുന്നത് ഇപ്പം. ഹീറോസിനെ പക്ഷെ എന്തുകൊണ്ട് പുതുമുഖങ്ങൾക്ക് വരുന്നുണ്ടെങ്കിലും അവർക്ക് ഹീറോ ആകാൻ പറ്റുന്നില്ല? ഇതേ റീസണാണ്. കാരണം ആൾക്കാരുടെ ഉള്ളില് ഒരു ഹീറോ പ്രതിഷ്ഠിച്ച് ഇങ്ങനെ വെച്ചിരിക്കുവാണ്, അത് ഹീറോ. അതിപ്പം നമ്മുടെ മലയാളത്തിൽ മാത്രമല്ലല്ലോ, എല്ലായിടത്തും ഇത് തന്നെയല്ലേ. അപ്പൊ അവരുടെ സിനിമകൾ കാണാനായിട്ട് ക്രൗഡ് റെഡിയാണ്. അതാണ് മെയിൻ പ്രോബ്ലം. കച്ചവടം കറക്റ്റ് അതാണ് പ്രോബ്ലം, അല്ലാതെ വേറെ പ്രശ്നമൊന്നുമില്ല. അല്ലാതെ കച്ചവടം ഇല്ലെങ്കിൽ പിന്നെ സിനിമ വിജയിച്ചെന്ന് എങ്ങനെയാ പറയാൻ പറ്റുന്നത്? കച്ചവടം നടക്കുമ്പോഴാണല്ലോ സിനിമ വിജയിച്ചു, സക്സസ് ആയിരുന്നു എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ്? അല്ലെ പിന്നെ എന്തുകൊണ്ടാണ് ബാക്കി സിനിമകളൊന്നും സക്സസ് ആവാത്തത്? നല്ല സിനിമകളും വന്നു പോയിട്ടുണ്ട്, ആൾക്കാർ കാണാഞ്ഞിട്ടാണ്. ആക്ച്വലി ആസ് എ പ്രൊഡ്യൂസർ നമുക്കൊരു നഷ്ടം വന്നാൽ ഹൗ യു കോമ്പൻസേറ്റ് വിത്ത് ദാറ്റ്? ഇപ്പൊ നമ്മൾ പ്രതീക്ഷിക്കുകയാണ് ദിസ് പടം ഭയങ്കര ഹിറ്റ് ആവാൻ പോവാണ്, നമ്മുടെ സൈഡിൽ നിന്ന് പക്ക, ബട്ട് നമ്മൾ പ്രതീക്ഷിച്ചത് നമുക്ക് കിട്ടുന്നില്ല. ബട്ട് ആ ഒരു എങ്ങനെ അത് കോമ്പൻസേറ്റ് ചെയ്യും നമ്മള്? അത് ആക്ച്വലി നമ്മളുടെ ഒരു ഇതിൽ വന്നിട്ട് നമ്മള് ബേസ് സ്ട്രോങ് ആണ് നമ്മുടെ ആസ് എ പ്രൊഡ്യൂസർ. ഞാൻ ഇവിടെ ഇരുന്നിട്ട് അഹങ്കാരം പറയുമല്ല. സിനിമയിൽ വരുന്നതിന് മുൻപ് തന്നെ നമുക്കൊരു കണക്കുകൂട്ടലുണ്ടായിരുന്നു. സിനിമ എന്ന് പറയുന്നത് പൈസ കളയാനുള്ള മേഖലയാണ്, കിട്ടാനുള്ളതല്ല. അപ്പോൾ നമ്മളത് പ്ലാൻഡ് ആണ്. പക്ഷെ നമ്മൾ ചെയ്തിട്ടുള്ള സിനിമകളെല്ലാം മമ്മൂക്ക, ലാലേട്ടൻ, ദിലീപേട്ടൻ, അങ്ങനെ എല്ലാ അത്യാവശ്യം നായകന്മാരെ വെച്ചാണ് നമ്മൾ സിനിമകൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്കൊരു ഏകദേശം ഒരു ധാരണ ഉണ്ടായിരുന്നു 2 കൊല്ലം മുൻപ് വരെ ബിസിനസ് നടക്കും. കാരണം അന്ന് സാറ്റലൈറ്റ് വാല്യൂ ഉണ്ട്, OTT റൈറ്റ്സ് ഉണ്ട്. സിനിമ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്ക് കച്ചവടം പറഞ്ഞു വെക്കാൻ പറ്റും. അപ്പൊ നമ്മൾ മുടക്കുന്ന പൈസ തിരിച്ചു കിട്ടും എന്നൊരു ധാരണ നമുക്കുണ്ടായിരുന്നു. പക്ഷെ ഈ കഴിഞ്ഞ 2 സിനിമകൾ എടുത്തപ്പോൾ ആ സൊനാരിയോ മാറി. എന്നുവെച്ചാൽ സിനിമ OTT റൈറ്റ്സ് എടുക്കുന്നത് നിർത്തി, തിയേറ്റർ റിലീസിന് ശേഷം അവർ തിയേറ്ററിൽ ഓടിയാൽ മാത്രമാണ് സിനിമകൾ എടുക്കുള്ളൂ എന്നുള്ള രീതിയിലേക്ക് ഇൻഡസ്ട്രി മാറി. അപ്പോഴാണ് നമുക്ക് മനസ്സിലായി തുടങ്ങി ഈ പരിപാടി നടക്കത്തില്ല എന്നുള്ളത്. അപ്പൊ നമുക്ക് ഈ കഴിഞ്ഞ 2 സിനിമകളിൽ ലോസ് വന്നു. അതിനു മുൻപ് 13 സിനിമകളും നമുക്ക് ഓക്കെയാണ്. നമ്മൾ മുടക്കിയ പൈസ തിരിച്ചു കിട്ടി, ചിലതിൽ ലാഭം കിട്ടി, ചിലതിൽ നഷ്ടം കിട്ടി, അത് കോമ്പൻസേറ്റ് ചെയ്ത് പോകുന്നുണ്ടായിരുന്നു. പക്ഷെ നമ്മുടെ ഒരു അബാം മൂവീസിന്റെ ഒരു ഗുണം എന്താന്ന് ചോദിച്ചാൽ, നമ്മൾ ബേസ് തൊട്ടിട്ടല്ല സിനിമ ചെയ്യണേ. സിനിമ ചെയ്യാൻ വേണ്ടിയിട്ട് വേറെ സെപ്പറേറ്റ് പൈസ മാറ്റി വെച്ചിട്ടുണ്ട്. ഇപ്പം നമ്മൾ 10 കോടിയുടെ ഒരു സിനിമ ചെയ്യുന്നുണ്ട്, ആ 10 കോടി പോയാലും നമ്മളെ ബാധിക്കുന്നില്ല. ആ ഒരു വശത്ത് വെച്ചിട്ടാണ് നമ്മൾ സിനിമ കളിക്കുള്ളൂ, അല്ലെ നമ്മൾ സിനിമ എടുക്കില്ല. ഇപ്പൊ നമ്മൾ അതുകൊണ്ട് ഒരു ചെറിയ ബ്രേക്ക് എടുത്തേക്കുന്നത് എന്തുകൊണ്ടാന്ന് ചോദിച്ചാൽ, നമ്മളിപ്പം യുദ്ധത്തിന്റെ കാര്യങ്ങൾ വന്നിരുന്നു. അപ്പൊ ഇപ്പൊ OTT റൈറ്റ്സ് ഇല്ല. പക്ഷെ നമ്മളെ നഷ്ടം വന്നിട്ടും ബാധിക്കാത്തതിന് കാരണം നമ്മളത് അങ്ങനെ ചെയ്യുന്നതുകൊണ്ടാണ്. നമ്മൾ ആരോടും കൊടുക്കാനില്ല, കടമെടുക്കുന്നില്ല. നമ്മുടെ തന്നെ ഒരു എമൗണ്ട് നമ്മൾ സിനിമയ്ക്ക് വേണ്ടി മാറ്റിവെച്ച് നമ്മുടെ ബിസിനസ്സിൽ നിന്ന് വരുന്ന മാറ്റിവെച്ചിട്ടാണ് സിനിമ ചെയ്തിട്ടുള്ളൂ. അപ്പം അത് മനസ്സിലായി. അപ്പൊ ഈ ഒരു യു ഹാവ് ചേഞ്ച്ഡ് എ ലോട്ട്. അപ്പം ബീങ് ആൻ ഓൺട്രപ്രനർ, സാരി ഈസ് എ ബിസിനസ്. ഓക്കെ, അപ്പൊ അത് എല്ലാവർക്കും വേണ്ടി നമ്മൾ പ്ലീസ് ചെയ്യണം. ഇപ്പം ഈ ഒരു സാരി കളക്ഷൻസ് എന്ന് പറയുന്നത് ഷീലുവിന്റെ ടേസ്റ്റ് ആയിരിക്കാം, അതോ വേറെ ആരെങ്കിലും ടേസ്റ്റ് ആയിരിക്കാം. പക്ഷെ നമ്മളൊരു കടയിലേക്ക് കയറി വരുന്നത് മേ ബി ഷീലുവിന്റെ ഒരു ടേസ്റ്റ് ആയിരിക്കത്തില്ല വരുന്ന ആള്. ബട്ട് യു ഹാവ് ടു ബി, എന്താ പറയാ, പ്ലീസ്ഫുൾ ടു എവ്രി വൺ. അപ്പൊ അവിടെ എവിടെ എന്തെങ്കിലും കോംപ്രമൈസ് ചെയ്തിട്ടുണ്ടോ? ഒരു കാര്യത്തില് ഞാൻ ഈ നോ പറയുന്നതും എല്ലാവരുടെ അടുത്ത് നന്നായി പെരുമാറുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. കറക്റ്റ്.
ഞാൻ നോ പറയുന്നിടത്ത് നന്നായി പെരുമാറിക്കൊണ്ടാണ് ഞാൻ നോ പറയാറുള്ളൂ. അത് മനസ്സിലായോ? ഒരിക്കലും ഞാൻ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയെ ഹേർട്ട് ചെയ്തിട്ട് നോ പറയാറില്ല. പക്ഷെ നമുക്ക് ഹേർട്ട് ചെയ്യാതെ നോ പറയാൻ പറ്റും. നമ്മളുടെ ബോൾഡ്നെസ് നമ്മൾ എന്താണെന്നുള്ളത് വളരെ കൃത്യമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് നമ്മൾ കട്ട് ആൻഡ് ഡ്രൈ ആയിട്ട് പറയാതെ നമുക്ക് കറക്റ്റായിട്ട് പറയാൻ പറ്റുമല്ലോ. അതുപോലെ തന്നെ കടയിൽ വരുന്നവരെ റെസ്പെക്ട് ചെയ്യണമെന്നും വരുമ്പോഴേ അവരെ വെൽക്കം ചെയ്യണമെന്നും ഇരിക്കാൻ പറയണമെന്നും വെള്ളം കൊടുക്കണമെന്നും എൻ്റെ സ്റ്റാഫിനെ ഞാൻ ട്രെയിൻ ചെയ്ത് ആദ്യമേ ഞാൻ അവരെ പഠിപ്പിച്ചതാ. കടയിൽ ബിസിനസ് അവർ വാങ്ങണ്ട, പക്ഷെ അവരെ റെസ്പെക്ട് ചെയ്യണം, ഹോസ്പിറ്റാലിറ്റി ചെയ്യണം. ബിക്കോസ് ഞാൻ ഒരു ഹോസ്പിറ്റാലിറ്റി ഇൻഡസ്ട്രിയിൽ നിന്നുള്ള ഒരാളാണ്, നേഴ്സാണ്. ഞങ്ങൾ ഹോസ്പിറ്റാലിറ്റി തന്നെയാണ് ചെയ്യുന്നത്. അപ്പം അത് പഠിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ കടയിലുണ്ടെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും ഞാൻ അവരെ അടുത്ത് ചെന്ന് സംസാരിച്ച് അവരുടെ കൂടെ നിന്ന് ഞാൻ കാട്ടിക്കൊടുക്കും സാരികൾ. അതിന് പറയുന്ന എന്താണ്, നമ്മൾ റെസ്പെക്ട് എന്ന് പറയുന്നത് ഗീവ് ആൻഡ് ടേക്ക് ആണ്. പക്ഷെ നമുക്ക് സിനിമ ഇൻഡസ്ട്രിയിൽ നിന്ന് അത് എപ്പോഴും കിട്ടണമെന്നില്ല. നേരാണോ? സത്യല്ലേ ഞാൻ പറയണേ? അതെ, എല്ലാവർക്കും കിട്ടണമെന്നില്ല. അവിടെ എന്താ പറയാ, കാറ്റഗറീസ് ഉണ്ട്. അവിടെ എപ്പോഴും വലിയവര് ചെറുത് തട്ടുകളുണ്ട്. ആ തട്ടുകളുടെ ഇതിൽ നിന്ന് കൊടുക്കാനായിട്ട് താല്പര്യമില്ലാത്ത ഒരാളാണ് ഞാൻ. അതെ, ഷീലുവിനോട് ഇത്രയും സംസാരിച്ചപ്പോ എനിക്ക് ഭയങ്കരമായിട്ട് മനസ്സ് നിറഞ്ഞു. ഇനി ഷീലുവിന്റെ മനസ്സ് നിറയണമെങ്കിൽ ഞാൻ ഭക്ഷണം കൊടുത്താലേ പറ്റുള്ളൂ അല്ലേ? ഐ എം സോ ഹാപ്പി. ഞാൻ അപ്രീഷിയേറ്റ് ചെയ്തു, റീൽസ് എല്ലാം കണ്ടു. പക്ഷെ ടു ബി ഫ്രാങ്ക്, എന്റെ പ്രേക്ഷകരോട് ഞാൻ കള്ളം പറയാറില്ല, ഞാൻ കടയിൽ ഇതുവരെ പോയില്ല, അത് സത്യം. ബട്ട് സ്റ്റിൽ എന്താ പറയാ, നല്ല സാരി കളക്ഷൻസ് ആണ്. ഡു വിസിറ്റ് ദാറ്റ്. ഈ പറഞ്ഞ പോലെ ഒത്തിരി റേഞ്ച് ഒന്നുമില്ല. റേഞ്ച് കൂടുതലാന്ന് പറഞ്ഞാൽ ഷീലുവിനെ മാത്രം വിളിച്ചിട്ട് ഇച്ചിരി കൂടുതലല്ലേ പറഞ്ഞാൽ അപ്പൊ 50% ഡിസ്കൗണ്ട്. എന്തായാലും എന്റെ മനസ്സ് നിറഞ്ഞ പോലെ ഷീലുവിന്റെ മനസ്സ് നിറയണ്ടേ? ഞാൻ എന്റെ ഭക്ഷണം ഒന്ന് വിളമ്പാം. ടേസ്റ്റ് ഒരു ക്വൈറ്റ് ഡിഫറെന്റ് ടേസ്റ്റ് ആണ്. ഡോണ്ട് നെവർ കമ്പയർ വിത്ത് നമ്മുടെ ഈ നാട്ടിലെ ടേസ്റ്റുമായിട്ട് ഒരിക്കലും കമ്പയർ ചെയ്യരുത്. നമ്മുടെ ബട്ടർ ചിക്കനൊക്കെ ആ ഫാമിലി പെടും, ആ ഫാമിലിയാണ്. പക്ഷെ അതിൽ ഇത്രയും ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ഒന്നും ടേസ്റ്റ്, ഇത് ഗാർലിക് ആണ്, കംപ്ലീറ്റ്ലി ഗാർലിക് ആണ്. എനിവേ, താങ്ക് യു വെരി മച്ച്. ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞു തന്നു ത്രൂ യുവർ എക്സ്പീരിയൻസ്. ഇനി വരുന്നവരും ഇതൊക്കെ ശ്രദ്ധിക്കാം. Thank you very much. And all the best for your new venture. Okay, thank you so much. Thank you. You too, തിരിച്ചും. Thank you. എനിവേ, എന്റെ പ്രേക്ഷകർ ഷീലു വന്നപ്പോൾ കുറേ കാര്യങ്ങൾ അറിഞ്ഞു അല്ലേ? കുറേ കാര്യങ്ങൾ മീൻസ് ത്രൂ ഹർ എക്സ്പീരിയൻസ്. അതെല്ലാ എന്താ പറയുക, ആൾക്കാർക്കും സ്ത്രീകൾക്ക് പ്രത്യേകിച്ച് അനുഭവങ്ങൾ ഉണ്ട് എന്നുള്ളത് അറിയാം. അതൊരു നല്ല രീതിയിൽ ഈ പറഞ്ഞ പോലെ ഡിസിഷൻസ് എടുക്കേണ്ട സമയത്ത് കറക്റ്റ് ഡിസിഷൻസ് എടുക്കുക. എല്ലാം നമ്മുടെ ഏറ്റവും കൂടുതൽ ഷീലു പറഞ്ഞത് സെൽഫ് റെസ്പെക്ട്. അത് കളയാതെ എല്ലാവരും ചിന്തിക്കുക. നോട്ട് ഈവൻ വിമൻ എന്നല്ല, മെന്നെന്നല്ല, ആരുമല്ല, എല്ലാവരും സെൽഫ് റെസ്പെക്ട് ഫസ്റ്റ് പ്രിഫറൻസ് കൊടുക്കുക. എല്ലാവർക്കും നല്ലത് വരട്ടെ. പുതിയ വിഭവങ്ങളും പുതിയ അതിഥികളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. Till then, goodbye. Ali's Kitchen. Let's cook with love.